ഹരേ കൃഷ്ണ. എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം. എൻ്റെ വിനീതമായ നമസ്കാരം. നമുക്ക് ഇന്നത്തെ സത്സംഗം ആരംഭിക്കാം. ഭക്തരെല്ലാവരും ലൈവിൽ വരുന്നവരെ നമുക്കൊരു കീർത്തനം ചെയ്യാം. ജയ രാധ മാധവ ജയോ കുഞ്ച വിഹാരി, ജയ രാധ മാധവ ജയോ കുഞ്ച വിഹാരി, जय गोपीजन वल्लभ जय गिरिवरधारी, जय गिरिवरधारी, यशोदानन्दन जय व्रजजनरञ्जन, जय यशोदानन्दन जयो व्रजजनरञ्जन, जयो यमुनातीरवनचारी, जय कुञ्जविहारी, जय यमुनातीरवनचारी कुञ्जविहारी. हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे. ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय. नारायणं नमस्कृत्यं नरं चैवं नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरये. नष्टप्रायेषु अभद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकी. कृष्णाय वासुदेवाय देवकी नन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः. ॐ ज्ञानतिमिरन्धस्य ज्ञानाञ्जनशलाखाय चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः. श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपकदां मह्यं ददाति स्वपदान्तिकं. वन्देऽहं श्रीगुरो श्रीयुतापदकमलं, श्रीगुरुं वैष्णवांश्च श्रीरूपं सागरजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनासहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सहगणललिता श्रीविशाखान्. नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते जयपताकस्वामिनिधि नमः. नमाचार्यपादाय निताय कृपत्पदायिने गौरकथा दामोदाय नगरग्रामधारिणे. नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिनिधि नमः. नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्यदेशतारिणे. नमो महावदन्याय कृष्णप्रेमप्रदायते कृष्णाय कृष्णचैतन्य नामिने गौरतीसे नमः. पञ्चतत्त्वात्मकं कृष्णं भक्तरूपस्वरूपकं भक्तावतारं भक्ताख्यं नमामि भक्तशक्तिं. हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिकान्त राधाकान्त नमोस्तुते. तप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तः. हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे. मूकं करोति वाचालं भङ्गं लङ्घयति गिरिं
യത്കൃപാസ്തമഹമന്ദേ ശ്രീഗുരും ദീനതാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യേശ്വരം. ഹരി ഓം തത്സത്. ഹരേ കൃഷ്ണ. ഗർഗ സംഹിത നമ്മളെടുക്കുകയാണ്. ഗർഗഭാഗവതം എന്നാണ് കൂടുതൽ അറിയപ്പെടുന്നത് നമ്മുടെ നാട്ടിൽ. പക്ഷേ യഥാർത്ഥത്തിൽ ഇത് ഗർഗ സംഹിതയാണ്. ഇന്നലെ നമ്മൾ തൃണാവർത്ത മോക്ഷം, ശകടാസുര മോക്ഷം, അതൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. ഇവിടെ പൂർവ്വജന്മത്തിൽ അവരാരായിരുന്നു എന്ന് നമ്മൾ പഠിച്ചു. ഇനി അടുത്ത അധ്യായത്തിലേക്ക് നമുക്ക് കിടക്കാം. ഞാൻ ആ ഭാഗം എടുക്കുകയാണ്. ഇനി നമ്മൾ 15-ാമത്തെ അധ്യായമാണ് എടുക്കുന്നത്. ഈ ഒരു അധ്യായത്തിൽ ഭഗവാൻ സർവബ്രഹ്മാണ്ടങ്ങളെയും യശോദാമ്മയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ് ഭഗവാന്റെ വായ്ക്കകത്ത്. ശ്രീനാരദോവാച പ്രീങ്കേ ഹരിം കനകരത്നമയേ ശയനം ശ്യാമം ശിശും ജനമനോഹരമന്ദഹാസം ദൃഷ്ട്യാർത്തിഹരിമാസി ബിന്ദുധരം യശോദ സ്വങ്കേ ചകാരധൃത കാജല പത്മനേത്രം. നാരദമഹർഷി പറയുന്നു, നമ്മുടെ ഭഗവാനെ കാർമുകിൽ വർണ്ണനെ ഭഗവാനെ യശോദാമ്മ മടിയിൽ കിടത്തിയിരിക്കുന്നു. വെറും ഭഗവാനെ മടിയിൽ കിടത്തിയിട്ട് കണ്ണിലൊക്കെ ഇങ്ങനെ കൺമഷിയൊക്കെ വരച്ചു കൊടുക്കുകയാണ്. ഭഗവാനെ കുളിപ്പിച്ച് അതിനുശേഷം നല്ല ചന്ദനം കൊണ്ട് അലങ്കരിച്ച് ആഭരണങ്ങളൊക്കെ അണിയിച്ച് കണ്ണിലിങ്ങനെ കൺമഷിയൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പദം പിബന്ധം അതിചഞ്ചലം അദ്ഭുതാംഗം വക്രേർവിനീല നവകോമള കേശബന്ധൈ ശ്രീമന്ത്രികേശരി നഗസ്ഫുരത് അർദ്ധചന്ദ്രം തം ലാലയന്തി അതിഗ്രഹണമുദം ആപഗോപി. അന്നേരം പൊതുവെ അമ്മമാർക്ക് സ്വന്തം കുട്ടിയെന്ന് പറഞ്ഞാൽ ജീവന തുല്യം സ്നേഹം കാണും, അല്ലേ? ഇത് സാക്ഷാൽ ഭഗവാനാവുമ്പോഴോ ഇത്രമാത്രം സ്നേഹം കാണും, അല്ലേ?
അങ്ങനെ യശോദാമ്മ ഉണ്ണിക്കണ്ണൻ്റെ ആ സൗന്ദര്യത്തെ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. കാണുന്തോറും യശോദാമ്മയ്ക്ക് സന്തോഷം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അന്നേരം ഭഗവാനെ ഇങ്ങനെ തൊട്ടും തലോടിയും തടവിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഭഗവാൻ കാലിലെ തള്ളവിരൽ ഇങ്ങനെ വായിക്കാത്ത വെച്ചുകൊണ്ടിരിക്കും. അന്നേരം ഇതൊക്കെ യശോദാമ്മ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് കഴുത്തിൽ അതിസുന്ദരമായിട്ടുള്ള മാലയൊക്കെ ധരിച്ചിരിക്കുന്നു. സിംഹത്തിൻ്റെ നഖം കൊണ്ടുള്ള മാല, അത് വെച്ച് സിംഹത്തിൻ്റെ നഖം കൊണ്ട് ലോക്കറ്റ് അത് വെച്ചൊരു ലോക്കറ്റ്, അതിൻ്റെ മാലയാണ് ഭഗവാൻ ധരിച്ചിരിക്കുന്നത്. ഭഗവാന്റെ ഓരോ ശരീര അവയവങ്ങളും അതിസുന്ദരമാണ്. നല്ല ചുരുണ്ട മുടിയാണ് ഭഗവാന്റെ. ബാലസ്യ പിതാ പയസോ നൃപജൃംബദസ്യ തത്വാനിചസ്യ വദനേ സകല അവിരാജൻ മാതാസുരാദിവാ മുഖേ പ്രായുതം ച സർവം ദൃഷ്ട്വാ പരം ഭയം അവാപ നിമിലിതാക്ഷി. എന്നിട്ട് യശോദാമ്മ ഉണ്ണിക്കണ്ണൻ ഇങ്ങനെ പാല് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പാല് ഭഗവാൻ ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭഗവാന്റെ രൂപമൊക്കെ യശോദാമ്മ ഇങ്ങനെ കണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേഹമൊക്കെ ഇങ്ങനെ തടവി കൊടുക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ എന്തു പറ്റി? ഭഗവാന് പാല് കുടിച്ച് ഉറക്കം വന്നു. ഉറക്കം വന്ന ഉടനെ ഭഗവാൻ കോട്ടുവായിട്ടപ്പോൾ വാ അങ്ങോട്ട് തുറന്നപ്പോൾ സർവ ബ്രഹ്മാണ്ടങ്ങളും ഭഗവാന്റെ ഉള്ളിൽ കാണുകയാണ്. സർവദേവന്മാരും 33 ദേവന്മാരും ഉണ്ണിക്കണ്ണൻ്റെ വായിയുടെ ഉള്ളിലേക്ക് ഇരിക്കുന്നു. ഇത് കണ്ടിട്ട് യശോദാമ്മ പേടിച്ചു. യശോദാമ്മ പേടിച്ച് കണ്ണടച്ചു എന്നുള്ളതാണ്. രാജൻ പരസ്യ പരിപൂർണതമസ്യ സാക്ഷാത് കൃഷ്ണസ്യ വിശ്വം അഖിലം കപടേന സഹി നഷ്ടസ്മൃതി പുനർ അഭൂത് സ്വസുതേ ഗ്രഹണാർത്ഥ കിം വർണ്ണയാമി സുപോ സുതപോ ബഹുനന്ദപത്ന്യാ. അങ്ങനെ യശോദാമ്മ ഭയപ്പെട്ടു. യശോദാമ്മ വിചാരിച്ചു, എൻ്റെ കുട്ടി ആരാണ്? ഇത് തന്നെയാണോ ഭഗവാൻ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഭഗവാൻ യോഗമായ കൊണ്ട് യശോദാമ്മയുടെ ഉള്ളിലെ ആ ഒരു ഭക്തിഭാവം മാറ്റി, ഭക്തി തന്നെ, പക്ഷേ ആ ഒരു ഐശ്വര്യം, ഭഗവാന്റെ ഐശ്വര്യത്തിൽ അത്ഭുതപ്പെട്ടിരിക്കുകയായിരുന്നു. പക്ഷേ അത് മാറ്റി വീണ്ടും മാതൃവാത്സല്യത്തിലേക്ക് യശോദാമ്മയെ മാറ്റി. എന്നിട്ട് ഇവിടെ നാരദ മഹർഷി പറയുന്നു, നന്ദ മഹാരാജിൻ്റെ പ്രിയ പത്നിയായ യശോദാമ്മയുടെ ഭാഗ്യത്തെക്കുറിച്ച് ഞാൻ എന്ത് പറയുവാണ് എന്ന് നാരദ മഹർഷി പറയുകയാണ്. ശ്രീ ബഹുലാശ്വവാച, നമ്മൾ കേൾക്കാറില്ലേ, എന്നതവം സീതലേ യശോദ, അല്ലേ? എന്ത് തപസ്യാണ് യശോദാമ്മ ചെയ്തിരിക്കുന്നത്. സർവചരാചരങ്ങളുടെയും അഖിലകോടി ബ്രഹ്മാണ്ട നായകനായ പരബ്രഹ്മത്തെ മടിയിൽ കിടത്തി പാലൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ അമ്മയുടെ ഭാഗ്യത്തെക്കുറിച്ച് എന്താ പറയുന്നത്? ഇവിടെ ബഹുലാശ്വ രാജാവ് പറഞ്ഞു, നന്ദോ യശോദയാ സാർദ്ധം കിം ചകാര തപോ മഹത് യേന ശ്രീകൃഷ്ണചന്ദ്രോപി പുത്രീ ഭൂതോ ബഭൂവ. ഉടൻ തന്നെ ബഹുലാശ്വ രാജാവ് ചോദിച്ചു, ഈ നന്ദമഹാരാജും യശോദ അമ്മയും ഭഗവാനെ മകനായിട്ട് കിട്ടാൻ വേണ്ടി എന്ത് തപസ്സാണ് ചെയ്തത് എന്ന് ചോദിച്ചു. ശ്രീനാരദ ഉവാച അഷ്ടാനം വൈ വസുനാം ച ദ്രോണോ മുഖ്യധരാപതി അനപത്യ വിഷ്ണുഭക്തോ ദേവരാജ്യം ചകാര. നാരദ മഹർഷി പറഞ്ഞു, നന്ദ മഹാരാജ് അഷ്ടവസുക്കളിൽ ഒരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ദ്രോണൻ എന്നായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ ധരയായിരുന്നു. അന്നേരം പൂർവ്വജന്മത്തിൽ നന്ദ മഹാരാജ് ദ്രോണനും ഭാര്യ ധരയായിരുന്നു. അവർ രണ്ടുപേരും ഭഗവാന്റെ വലിയ ഭക്തരായിരുന്നു. അവർ ദേവലോകവാസികളായിരുന്നു. അവർക്ക് കുട്ടികളില്ലായിരുന്നു.
ഏകദാ പുത്രകാംക്ഷി ച ബ്രഹ്മണ നോദിതോ നൃപ ഭണ്ഡാരാദ്രീൻ ഗതം സ്തപ്തും ധരയാ ഭരയാ സഹ. അങ്ങനെ ഒരു കുട്ടിയെ ലഭിക്കാനായിട്ട് ബ്രഹ്മദേവന്റെ നിർദ്ദേശപ്രകാരം ദ്രോണനും ധരയും മന്ദരപർവ്വത്തിന്റെ മുകളിൽ തപസ് ചെയ്യാനായിട്ട് പോയി. കന്ദമൂല ഫലാഹാരോ തഥാ പർണാസനോ തതോ ജലഭക്ഷോ തതസ്താസ്തു നിർജ്ജലോ നിർജ്ജനേ സ്ഥിതോ. ആദ്യമൊക്കെ അവർ ഫലമൂലാദികൾ മാത്രമായിരുന്നു കഴിച്ചിരുന്നത്. പിന്നെ ഇലവർഗ്ഗങ്ങൾ മാത്രം കഴിക്കുകയായിരുന്നു. അതിനുശേഷം വെള്ളം മാത്രം കുടിച്ചു. അതിനുശേഷം വെള്ളം പോലും കുടിക്കാതെ ഒരു സ്ഥലത്ത് മാത്രം, ജനവാസമില്ലാത്ത സ്ഥലത്ത് നിന്നു തുടങ്ങി. അർഷാനം അർബുദേയാതെ തപസ്തത്തപദോർ ദ്വയോ ബ്രഹ്മപ്രസന്നസ്ത്വൈത്യ വരം ബ്രൂഹതി വാചഃ. അങ്ങനെ 100 കോടി വർഷം തപസ് ചെയ്തു. ബ്രഹ്മദേവൻ സന്തുഷ്ടനായപ്പോൾ എന്ത് വരം വേണം എന്ന് ചോദിച്ചു. വൽമീകാ നിർഗതോ ദ്രോണോ ധരായ ഭാര്യയാ സഹ നത്വാ വിധിം ച സംപൂജ്യ ഹർഷിത പ്രാഹതം പ്രഭു. അപ്പോഴേക്കും ചുറ്റും പുറ്റൊക്കെ വളർന്ന് പുറ്റിൻ്റെ ഉള്ളിലായിരുന്നു ഇവർ രണ്ടുപേരും. അവരെ കാണാൻ പറ്റുന്നില്ലായിരുന്നു. അന്നേരം ദ്രോണരും ധരയും ആ പുറ്റിൽ നിന്ന് പുറത്തു വന്നു. ബ്രഹ്മദേവന്റെ മുമ്പിൽ നമസ്കരിച്ചു. ശ്രീദ്രോണ ഉവാച പരിപൂർണതമേ കൃഷ്ണേ പുത്രീഭൂതേ ജനാർദ്ദനേ ഭക്തി സ്യാദവയോർ ബ്രഹ്മൻ സതതം പ്രേമലക്ഷണ. ദ്രോണൻ പറഞ്ഞു, ബ്രഹ്മദേവ, സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ നമ്മുടെ മകനാകട്ടെ. എപ്പോഴും അദ്ദേഹത്തിനോട് സ്നേഹവും ഭക്തിയും ഉണ്ടാകണമേ. അദ്ദേഹത്തിന്റെ സേവനം ചെയ്യാനുള്ള അവസരം ലഭിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. യയാഞ്ജസാതരാന്തീഹ ദുസ്തരം ഭവസാഗരം ന അന്യം പരം വാഞ്ചിതം സ്യാത് അവയോസ്തപദോർവിദേ. അദ്ദേഹത്തിനോടുള്ള സ്നേഹവും ഭക്തിയും എല്ലാവിധ സംസാര ചക്രത്തിൽ നിന്നും നമ്മളെ രക്ഷപ്പെടുത്തും. അതുകൊണ്ട് നമുക്ക് വേറെ ആഗ്രഹമൊന്നുമില്ല. ഭഗവാനോടുള്ള സ്നേഹവും ഭക്തിയും, അദ്ദേഹത്തിന്റെ സേവനം ചെയ്യാനുള്ള അവസരം. ശ്രീ ബ്രഹ്മോവാച യുവാഭ്യം യാചിതം യത്മേ ദുർഗതം ദുർലഭം വരം തഥാപി ഭൂയത് സഫലം യുവയോരന്യജന്മനി. ബ്രഹ്മദേവൻ പറഞ്ഞു, നിങ്ങൾ ആഗ്രഹിച്ച ഈ ഒരു വരം എനിക്ക് തരാനുള്ള ശക്തിയില്ല. പക്ഷേ അടുത്ത ജന്മത്തിലെങ്കിലും നിങ്ങളുടെ ഈ ആഗ്രഹം പൂർത്തീകരിക്കപ്പെടട്ടെ. എന്താണ്? ഭഗവാനോട് ഭക്തി, സ്നേഹം, ഭഗവാന്റെ സേവനം ചെയ്യാനുള്ള അവസരം. ഇതാണ് ആഗ്രഹിച്ചത്. ശ്രീനാരദുവാച ദ്രോണോ നന്ദോ ഭവത് ഭൂമോ യശോദാസധരാ സ്മൃത കൃഷ്ണോ ബ്രഹ്മവച കർത്തും പ്രാപ്തോ ഘോഷേ പിതുപുരത്. നാരദ മഹർഷി പറഞ്ഞു, ആ ദ്രോണനാണ് നന്ദമഹാരാജാവായിട്ട് വന്നത്, ധരയും യശോദ അമ്മയായിട്ടും വന്നിരിക്കുന്നത്. ആ ബ്രഹ്മദേവന്റെ വാക്കുകളെ പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് ഭഗവാൻ വസുദേവപുത്രനായിട്ടും ഭഗവാൻ ലീലകളാടാൻ വേണ്ടി വ്രജത്തിൽ വന്നിരിക്കുന്നത്. സുധാഖണ്ഡാത് പരം ഇഷ്ടം ശ്രീകൃഷ്ണചരിതം ശുഭം ഗന്ധമാദന ശൃംഗേ വൈ നാരായണമുപശ്രുതം. അന്നേരം നാരദ മഹർഷി പറയുന്നു, ഗന്ധമാദന പർവ്വതത്തിൻ്റെ മുകളിൽ ഇരുന്നപ്പോൾ ഇത്രയും മധുരമായിട്ടുള്ള ഈ ലീല സാക്ഷാൽ നാരായണന്റെ മുഖത്തിൽ നിന്നാണ് ഞാൻ കേട്ടത്. നരനാരായണ ഋഷിയിലെ നാരായണിൽ നിന്നാണ് ഇത് കേട്ടത്. കൃപയാ ച കൃതാർത്ഥോഹം നരനാരായണസ്യ ച മയാ തോപ്യം ച കഥിതം കിം ഭൂയം ശ്രോതമിച്ഛസി. ആ നരനാരായണ ഋഷിയുടെ കാരുണ്യത്താലാണ് എൻ്റെ ജീവിതം സഫലമായത്. അവരിൽ നിന്ന് കേട്ടതാണ് ഞാനിപ്പോൾ അങ്ങയുടെ പറഞ്ഞത്. ഇതിൽ കൂടുതൽ എന്തെങ്കിലും കേൾക്കാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചു. ശ്രീ ബഹുലാശ്വവാച നന്ദഗേ ഹരി സാക്ഷാത് ശിശുരൂപാ സനാതന കിം ചകാര ബാലേനാപി തന്മേ ബ്രൂഹി മഹാമുനേ. ബഹുലാശ്വ രാജാവ് ചോദിച്ചു, കൃഷ്ണനും ബലരാമനും കൊച്ചുകുട്ടികളായിട്ട് ഭഗവാൻ കൃഷ്ണനും ബലരാമസ്വാമിയും
കുട്ടിക്കാലത്ത് വേറെ ഏതൊക്കെ ലീലകളാണ് ചെയ്തിട്ടുള്ളതെന്ന് ചോദിച്ചു. ശ്രീനാരദുവാച ഏകദാ ശിഷ്യസഹിതോ ഗർഗാചാര്യോ മഹാമുനി ശൗരിനാനോദിത സാക്ഷാത് അയൗ നന്ദമന്ദിരം. ഒരിക്കൽ വസുദേവരാൽ അയക്കപ്പെട്ട ഗർഗമുനി നന്ദമഹാരാജിന്റെ ഭവനത്തിലേക്ക് എത്തി. നന്ദസംപൂജ്യ വിധിവാത് പാദയേതേർ മുനി സത്തമ തഥാ പ്രദക്ഷിണ കൃത്യ സത്സംഗം പ്രണനാമഃ. എല്ലാവിധ ആചാരാനുഷ്ഠാനങ്ങൾ പ്രകാരം അർഘ്യപാദ്യങ്ങളൊക്കെ കൊടുത്തു. നന്ദമഹാരാജ് ആരാധിച്ചു ഗർഗമഹർഷിയെ. അതിനുശേഷം പ്രദക്ഷിണം ചെയ്ത് നമസ്കരിച്ചു. ശ്രീ നന്ദ ഉവാച, എന്നിട്ട് നന്ദമഹാരാജ് പറഞ്ഞു, അധ്യനാപിതരോ ദേവ സന്തുഷ്ടാഗ്നേയശ്ചന പവിത്രം മന്ദിരം ജാതം യുഷ്മച്ചരണം രേണുഭി. നന്ദമഹാരാജ് പറഞ്ഞു, ഇന്ന് നമ്മുടെ പിതൃക്കളും ദേവന്മാരും എല്ലാ അഗ്നിദേവന്മാരും എല്ലാവരും സന്തുഷ്ടരാണ്. കാരണം അങ്ങയുടെ തൃപ്പാദം നമ്മുടെ ഭവനത്തിൽ പതിച്ചല്ലോ. ഇതാണ് ആരാണ് ഗർഗമഹർഷി? ഭക്തന മഹാവൈഷ്ണവനാണ്, യദുക്കളുടെ കുല ആചാര്യനാണ്, രാജഗുരുവാണ്. അന്നേരം ഇങ്ങനെയുള്ള സാധുജനങ്ങൾ നമ്മുടെ വീട്ടിൽ വരുന്നത് അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അതിലൂടെ എല്ലാ ദേവന്മാരും സന്തോഷിക്കുമെന്നാണ്. മത്പുത്രനാമകരണം കുരുദ്വിജാ മഹാമുനെ പുണ്യസ്തീർത്ഥശ്ച ദുഷ്പ്രാപ്യം ഭവത് ആഗമനം പ്രഭോ. അന്നേരം ഋഷിയെടുത്ത് പറഞ്ഞു, എൻ്റെ മകന് ഉചിതമായിട്ടുള്ളൊരു പേര് അവിടുന്ന് നൽകണം. വലിയ വലിയ തീർത്ഥസ്ഥലങ്ങളിൽ സന്ദർശിച്ചാൽ പോലും ലഭിക്കാത്ത സൗഭാഗ്യമാണ് അങ്ങേ പോലുള്ള മഹാത്മാക്കൾ നമ്മുടെ വീട്ടിൽ വന്നാൽ ലഭിക്കുന്ന അനുഗ്രഹം എന്നൊക്കെ പറഞ്ഞു. ഗർഗമഹർഷി പറഞ്ഞു, ശ്രീ ഗർഗ ഉവാച തേ പുത്രനാമകാരണം കരിഷ്യാമി ന സംശയ പൂർവവാർത്തം ഗതിഷ്യാമി ഗച്ഛനന്തരഹസ്ഥലം. ഗർഗമഹർഷി പറഞ്ഞു, തീർച്ചയായിട്ടും അങ്ങയുടെ മകന് ഉചിതമായിട്ടുള്ളൊരു പേര് ഞാൻ നൽകാം. പക്ഷേ അദ്ദേഹം ആരായിരുന്നു എന്നും ഞാൻ പറഞ്ഞു തരാം. പക്ഷെ നമുക്കിപ്പോൾ ആരുമില്ലാത്തൊരു രഹസ്യ സ്ഥലത്ത് പോകേണ്ടി വരുന്നു. ശ്രീനാരദ ഉവാച ഉത്ഥായ ഗർഗോ നന്ദേന ബാലഭ്യാം ച യശോദയാ ഏകാന്തേ കോ വ്രജേ ഗത്വാ തയോ നാമ ചകാരഃ. അങ്ങനെ ഭവനത്തിൽ തന്നെ ഒരു ഗോശാലയുടെ ഒരു ഭാഗത്ത് പശുക്കൾ നിൽക്കുന്ന അതിൻ്റെ തന്നെ ഒരു രഹസ്യ സ്ഥലത്ത് പേരിടിയിൽ ചടങ്ങ് നടത്തുകയാണ് ഗർഗാചാര്യൻ. സംപൂജ്യ ഗണനാഥാദീൻ ഗ്രഹാൻ സംശോധയത്നതാ നന്ദം പ്രാഹ പ്രസന്നാംഗോ ഗർഗാചാര്യ മഹാമുനി. വിഘ്നേശ്വരനെയും എല്ലാ ദേവന്മാരെയും എല്ലാ ഗ്രഹങ്ങളെയും നമസ്കരിച്ചതിന് ശേഷം ഗർഗമഹർഷി നന്ദമഹാരാജനോട് ഈ കാര്യം പറഞ്ഞു. ശ്രീ ഗർഗ ഉവാച രോഹിണീ നന്ദനസ്യാസ്യ നാമോച്ചരം ശൃണുഷ്വ ച രമന്തെ യോഗിനോ ഹി അസ്മിൻ സർവത്ര രമതി തവ ഗുണൈശ്ച രാമയം ഭക്താം സ്തേന രാമം വിദുപരേ ഗർഭസംകർഷണാതസ്യ സംകർഷണ ഇതി സ്മൃത. ഗർഗമഹർഷി പറഞ്ഞു, രോഹിണി പുത്രന്റെ കാര്യം ഞാൻ ആദ്യം പറയട്ടെ. വലിയ വലിയ യോഗികൾക്കും ഈ കുട്ടിയെ ധ്യാനിക്കുമ്പോൾ ആനന്ദം ലഭിക്കും. രമന്തേ, ഏറ്റവും കൂടുതൽ ഭക്തിയിൽ ആനന്ദം നൽകുന്ന വ്യക്തിയാണ് ഇദ്ദേഹം. അതുകൊണ്ട് തന്നെ ആ ഭക്തിയിലൂടെ അദ്ദേഹം എല്ലാ ഭക്തർക്കും ആനന്ദം നൽകുന്നു. അതുകൊണ്ട് എല്ലാവരും ഇദ്ദേഹത്തെ രാമ എന്ന് വിളിക്കും. ബലരാമസ്വാമിയുടെ പേര് രാമ എന്നാക്കി. പിന്നെ അതുകൂടാതെ സംകർഷണൻ എന്നൊരു പേരും കൂടെ വരും. എന്തുകൊണ്ട്? ഒരു ഗർഭത്തിൽ നിന്നും മറ്റൊരു ഗർഭത്തിലേക്ക് മാറ്റപ്പെട്ടതുകൊണ്ട്. ദേവകി പുത്രനാണ്, പക്ഷെ രോഹിണിയുടെ ഗർഭത്തിലേക്ക് ആ ഭഗവാന്റെ നിയോഗത്താൽ മാറ്റപ്പെട്ടു. അതുകൊണ്ട് തന്നെ സംകർഷണൻ എന്നൊരു പേരും കൂടെ വരും. സർവാവേശാദ്യം ശേഷം ബലാധിക്യാത് ബലം വിദു സപുത്രസ്യാഭിനാമാനി ശൃണു നന്ദഹി അത്തന്ത്രിത.
ശേഷൻ എന്നൊരു പേരും കൂടെ വരും. കാരണം ഇതെന്താ, ഇദ്ദേഹം അനന്തശേഷനാണ്. എല്ലാ സൃഷ്ടിയും നശിച്ചതിന് ശേഷം എല്ലാ സൃഷ്ടിയുടെയും ഒടുവിൽ ഇദ്ദേഹം മാത്രമേ അവശേഷിക്കൂ. അതുകൊണ്ട് ശേഷൻ എന്നൊരു പേരും കൂടെ പറഞ്ഞു. പിന്നെ മഹാശക്തനാണ് ഇദ്ദേഹം. ഈ കുട്ടി മഹാശക്തനാണ്. അതുകൊണ്ട് ബലൻ എന്നുള്ള പേരും കൂടെ ഉണ്ട്. ബല എന്നുള്ളൊരു പേരുമുണ്ട്. ഇനി അതുകൊണ്ട് ബലനും രാമനും, അങ്ങനെ ബലരാമസ്വാമിയുടെ പേര്. ബലരാമസ്വാമി കീ ജയ. അന്നേരം നന്ദ മഹാരാജ് പറഞ്ഞു, ഇനി അങ്ങയുടെ പുത്രനെ കുറിച്ച് ഞാൻ പറയാം. സദ്യാ പ്രാണി പവിത്രാണി ജഗതാം മംഗളം ച കകാര കമലാകാന്ത രകാര രാമ ഇതി അപി. ഈ ഇദ്ദേഹത്തിന്റെ നാമം എല്ലാ ജീവാത്മാക്കളെയും പവിത്രീകരിക്കും. ഭഗവാനെ കുറിച്ച് പറയാം. ബലരാമസ്വാമിയെ കുറിച്ച് പറയുന്നത് എന്താണ്? ബലരാമസ്വാമിയെ കുറിച്ച് ചിന്തിക്കുമ്പോഴേ എല്ലാവർക്കും ആനന്ദം ലഭിക്കും. പിന്നെ മഹാശക്തനുമാണ്. അതുകൊണ്ട് ബലരാമൻ എല്ലാവരെയും രമിപ്പിക്കുന്നവൻ, ഭക്തിയുടെ ആനന്ദത്തിൽ രമിപ്പിക്കും. അദ്ദേഹം കൃഷ്ണനുമായിട്ട് അടുപ്പിക്കും. ഗുരുതത്വമാണ് ബലരാമസ്വാമി. അതുകൊണ്ട് തന്നെ ഭക്തിയുടെ രസം എല്ലാവർക്കും നൽകും. അതുകൊണ്ട് ബലരാമൻ എന്നൊരു പേരുണ്ട്. ഇനി ഭഗവാന്റെ നാമത്തെക്കുറിച്ച് പറയുന്നു, ഇദ്ദേഹത്തിന്റെ നാമം എല്ലാ ജീവാത്മാക്കളെയും ശുദ്ധീകരിക്കും. സർവ ചരാചരങ്ങളെയും, ഈ സമ്പൂർണ്ണ ബ്രഹ്മാണ്ടങ്ങളെയും പരിശുദ്ധീകരിക്കും ഇദ്ദേഹത്തിന്റെ നാമം. എന്നിട്ട് കൃഷ്ണ എന്ന വാക്കിന്റെ അർത്ഥം ഗർഗാചാര്യൻ പറയുന്നു. ഇതിൽ ക എന്ന അക്ഷരം ഉദ്ദേശിക്കുന്നത് കമലാകാന്തൻ, ലക്ഷ്മിയുടെ പതി എന്നാണ് ഉദ്ദേശിക്കുന്നത്. കൃ എന്നല്ലേ? ക എന്ന് പറയുന്ന കമലാകാന്തൻ, റ എന്ന് പറഞ്ഞാൽ രാമൻ. ഇവിടെ ബലരാമസ്വാമിയുടെ രാമ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? എല്ലാവരെയും ഭക്തിയുടെ ആനന്ദത്തിൽ രമിപ്പിക്കുന്നവൻ. ഇവിടെ രാമ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആസ്വദിക്കുന്നവൻ. രണ്ടും ഒരേ വാക്കാണെങ്കിലും രണ്ടർത്ഥമാണ്. ഇവിടെ ക എന്ന് പറയുമ്പോൾ കമലാകാന്തൻ, റ എന്ന് ഉദ്ദേശിപ്പിക്കുമ്പോൾ രാമ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഈ രാമന്റെ അർത്ഥം എന്താണ്? എല്ലാം ഇദ്ദേഹത്തിന്റെ ആസ്വാദനത്തിന് വേണ്ടിയാണ്. ഈ സർവ്വ പ്രപഞ്ചവും ഇദ്ദേഹത്തിന്റെ ആസ്വാദനത്തിന് വേണ്ടിയാണ്. ക എന്ന് പറയുമ്പോൾ കമലാകാന്തൻ, റ എന്ന് പറയുമ്പോൾ രാമൻ. ഇനി അടുത്ത ഷ എന്ന് പറഞ്ഞാൽ ഷഡ് ഗുണപതി, 6 ഐശ്വര്യങ്ങളുമുള്ള വ്യക്തി. എന്തൊക്കെയാണ്? അറിവ്, സമ്പത്ത്, കീർത്തി, ശക്തി, സൗന്ദര്യം, വിരക്തി. ഈ 6ഉം പൂർണ്ണമുള്ള വ്യക്തി. അതാണ് ഷഡ് ഐശ്വര്യപതി. ക എന്ന് പറയുമ്പോൾ കമലാകാന്തൻ, ലക്ഷ്മിപതി. റ എന്ന് പറയുമ്പോൾ രാമ, എല്ലാം ആസ്വദിക്കുന്നവൻ. ഷ എന്ന് പറയുമ്പോൾ ഷഡ് ഐശ്വര്യങ്ങളും പൂർണ്ണമായിട്ടുള്ള വ്യക്തി. അല്ലെങ്കിൽ ശ്വേതദീപത്തിലുള്ള എന്ത് പറയുന്നത്, ക്ഷീരോദകശായി വിഷ്ണു വസിക്കുന്നതിൻ്റെ അടുത്ത് ശ്വേതദ്വീപുണ്ട്. ശ്വേതദ്വീപ് അതായത് പാൽ സമുദ്രത്തിന്റെ അടുത്തുള്ള ദ്വീപിനെ ശ്വേതദ്വീപ് എന്ന് പറയും. അന്നേരം ശ്വേതദ്വീപ നിവാസകൃത് എന്നൊരു അർത്ഥമുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? ഇദ്ദേഹം തന്നെയാണ് ഈ പ്രപഞ്ചത്തിന്റെ ആധാരമായ പരമാത്മാവ്. ക എന്ന് പറഞ്ഞാൽ കമലാകാന്തൻ, റ എന്ന് പറഞ്ഞാൽ രാമൻ, ഷ എന്ന് പറഞ്ഞാൽ ഷഡ് ഐശ്വര്യം അല്ലെങ്കിൽ ശ്വേതദ്വീപത്തിൽ വസിക്കുന്നവൻ, അതായത് പരമാത്മാവാണ്. ഇനി ന എന്ന് പറഞ്ഞാൽ എന്താ? നരസിംഹം. ഇദ്ദേഹം തന്നെയാണ് നരസിംഹം. നരസിംഹം, കൃഷ്ണ നരസിംഹം. ഇനി ആ കൃഷ്ണ, ആ എന്ന് പറഞ്ഞാൽ എന്താ? അക്ഷര, നാശമില്ലാത്തവൻ. അതുകൂടാതെ അഗ്നിബുക്ക് എന്നുണ്ട്. യജ്ഞഹോമാദികളുടെ ഈശ്വരൻ. എല്ലാ യജ്ഞങ്ങളും ഹോമങ്ങളും ഇദ്ദേഹത്തിന് വേണ്ടിയാണ്. ഇതാണ് കൃഷ്ണ എന്ന വാക്കിന്റെ അർത്ഥം. കമലാകാന്തൻ, രാമൻ, ഷഡ് ഐശ്വര്യപതി അല്ലെങ്കിൽ ശ്വേതദ്വീപ നിവാസി. പിന്നെ നരസിംഹം. പിന്നെ എന്ന് പറഞ്ഞാൽ അക്ഷരം, നാശമില്ലാത്തവൻ അല്ലെങ്കിൽ
അഗ്നിബുക്ക്, എല്ലാ യജ്ഞങ്ങളും അദ്ദേഹത്തിന് വേണ്ടിയാണ്. ഇതാണ് കൃഷ്ണ എന്ന വാക്കിൻ്റെ അർത്ഥം. ഇനി കൃഷ്ണ എന്ന് പറയുമ്പോൾ അവിടെ ഹാന്നും ഉണ്ട്. നമ്മൾ പൊതുവെ പറയത്തില്ലേ ഉ ഉ എ ഐ ഒ ഔ അം അഹ എന്ന് പറയത്തില്ല, അങ്ങനെ കൃഷ്ണ എന്ന് പറയുമ്പോൾ അവിടെ 2 വിസർഗം ഉണ്ടെന്ന് പറയുന്നു. അന്നേരം ആ വിസർഗത്തിനും അർത്ഥമുണ്ടെന്ന് പറയും. യഥാർത്ഥത്തിൽ കൃഷ്ണ എന്ന് പറയുമ്പോൾ വിസർഗോ ച തഥാ ഹിയേതോ നരനാരായണ ഋഷി സംപ്രലീനശ്ച ഷഡ്പൂർണ യസ്മിൻ ചുദേ മഹാത്മനി. അന്നേരം ഈ 2 വിസർഗത്തിന്റെ അർത്ഥം എന്താണ്? നരനാരായണ ഋഷി കൃഷ്ണ. അന്നേരം ഈ 2 വിസർഗവും കൂടെ അവിടെ ചേർന്നിരിക്കുന്നു. അന്നേരം ഇവിടെ പറയുന്നു മൊത്തത്തിൽ 6 അക്ഷരം ഉണ്ടെന്ന് പറയും. അതായത് ക റ ഷ ന അ ഹ, അങ്ങനെ 6 അക്ഷരങ്ങൾ ചേർന്നാണ് കൃഷ്ണ എന്ന വാക്കെന്ന് പറയുന്നത്. അന്നേരം ഇത് 6 കൂടെ ചേരുമ്പോൾ പരമ ദിവ്യോത്തമ പുരുഷന്റെ ഫോൺ നമ്പർ പോലെയാണ്. സർവ ഐശ്വര്യദായകനായ പരമോന്നത ഭഗവാനെ കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പറാണ് എന്ത്? കൃഷ്ണ. അടിപൊളി അല്ലേ? 6 അക്ഷരങ്ങൾ ചേർന്ന ഈ ഒരു പേരിനകത്ത് എല്ലാം ഉണ്ട്. കൃഷ്ണ എന്ന് പറയുമ്പോൾ അതിലെല്ലാം ഉണ്ട്. ഒരു മിനിറ്റ്. അന്നേരം ഈ 6 അക്ഷരങ്ങളും കൂടെ ചേരുമ്പോൾ ക റ ഷ ന ഹ അ ഹ, അന്നേരം ഇതെല്ലാം കൂടി ചേരുമ്പോൾ നമ്മുടെ പരമോന്നത ഭഗവാന്റെ കോണ്ടാക്ട് നമ്പറാണ് കൃഷ്ണ. പരിപൂർണതമേ സാക്ഷാത് തേന കൃഷ്ണ പ്രകീർത്തിത ശുക്ലോ രക്തസ്തതോ തഥാ പീതോ വർണ്ണശ്യാനോ യുഗം ധൃത. ഇദ്ദേഹം ആദ്യമായിട്ടല്ല, ഈ കൃഷ്ണ എന്ന് പറയുന്ന ആളില്ലേ, ആദ്യമായിട്ടല്ല വരുന്നത്. അദ്ദേഹം സത്യയുഗത്തിൽ വെളുത്ത നിറത്തിൽ വന്നു, ത്രേതായുഗത്തിൽ രക്തവർണ്ണത്തിൽ വന്നു, ഇനി കലിയുഗത്തിൽ ഇനി അദ്ദേഹം വരും മഞ്ഞ നിറത്തിൽ. ഇപ്പോൾ അദ്ദേഹം ഇതേ ആള് തന്നെയാണ് കാർമുകിൽ നിറത്തിൽ വന്നിരിക്കുന്നത്.
ദ്വാപരാന്തേ കലിരാധോ ബലോയം കൃഷ്ണതാം ഗതാ തസ്മാത് കൃഷ്ണ ഇതി ഖ്യാതോ നാംനായാം നന്ദനന്ദന. ഇപ്പോൾ ദ്വാപരയുഗത്തിൻ്റെ അന്ത്യത്തിൽ കലിയുഗം ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് ഇദ്ദേഹം കാർമുകിൽ നിറത്തിൽ വരുന്നു. അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ പേര് കൃഷ്ണ. വസവശ്ചേന്ദ്രിയാനീതി തദ്ദേവശ്ചിത്തമേവ ഹി തസ്മിൻ യച്ചേഷ്ടതേ സോമി വാസുദേവ സ്മൃത. ഇനി ഇദ്ദേഹത്തിന് വേറൊരു പേരുണ്ട്. എന്താ? വാസുദേവൻ. എന്തുകൊണ്ടാണ് വാസുദേവൻ എന്ന് വിളിക്കുന്നത്? വസു എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ, ദേവൻ എന്ന് പറഞ്ഞാൽ ഹൃദയം. എല്ലാവരുടെയും ഇന്ദ്രിയങ്ങളിലും ഹൃദയത്തിലും ഇരിക്കുന്നതുകൊണ്ട് ഇദ്ദേഹത്തിന് വാസുദേവൻ എന്നൊരു പേരുണ്ട്. സർവചരാചരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് വാസുദേവൻ എന്നൊരു പേരുണ്ട്. പിന്നെ വസുദേവ പുത്രനായതുകൊണ്ടുണ്ട്. അത് ഗർഗമുനി പറഞ്ഞില്ല. വൃഷഭാനുസുതാരാധ യാജാദാ കീർത്തിമന്ദിരേ തസ്യ പതിർഭയം സാക്ഷാത് തേന രാധാപതി സ്മൃത. പിന്നെ ഇദ്ദേഹം രാധാപതിയാണ് കേട്ടോ. വൃഷഭാനുവിൻ്റെ പുത്രിയായ കീർത്തിതയുടെ മകളായ ആദിപരാശക്തിയായ ശ്രീമതി രാധികയുടെ പതിയാണ് കൃഷ്ണൻ. പരിപൂർണത്തമ സാക്ഷാത് ശ്രീകൃഷ്ണ ഭഗവാൻ സ്വയം അസംഖ്യ ബ്രഹ്മാണ്ഡപതിർ ഗോലോകേ ധാംനി രാജതേ. പിന്നെ ഇദ്ദേഹം ബ്രഹ്മാണ്ഡങ്ങളുടെയും പതിയാണ്. എല്ലാ ബ്രഹ്മാണ്ഡങ്ങളുടെയും അധിപനാണ് ഇദ്ദേഹം, ഉടയോടാണ്. ഇദ്ദേഹമാണ് ഗോലോകത്തിൻ്റെ നാഥൻ, ആധ്യാത്മിക ലോകത്തിൻ്റെ നാഥൻ. സോയം തവ അശ്യോർജാതോ ഭാരത ഭാരാവതാരണീയ ച കംസാദിനാവധാർത്തയാ ഭക്താനാം രക്ഷണായ ച. ആ പരമോന്നത ഭഗവാനാണ് ഇപ്പോൾ അങ്ങയുടെ കുട്ടിയായിട്ട് വന്നിരിക്കുന്നത്. ഭൂഭാരം തീർക്കാൻ വേണ്ടിയാണ് ആൾ വന്നിരിക്കുന്നത്. കംസനിട്ട് നല്ല പണി കൊടുക്കാനാണ് വന്നിരിക്കുന്നത്. ഭക്തരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അനന്താനി അസ്യ നാമാനി വേദഗുഹ്യാനി ഭാരത ലീലാഭിശ്ച ഭവിഷ്യാന്തി തത്കർമ്മസു ന വിസ്മയ. ഇദ്ദേഹം ഒരുപാട് ലീലകൾ ചെയ്യും, അസംഖ്യം ലീലകൾ ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരു അന്ത്യമില്ലാത്തത്രത്തോളം ലീലകൾ ചെയ്യും. അതുകൊണ്ട് തന്നെ വേദങ്ങളിൽ തന്നെ ഇദ്ദേഹത്തിന് ഒരുപാട് പേരുകളുണ്ടെന്ന്. വേദങ്ങളിൽ പോലും അറിയപ്പെടാത്ത പല പേരുകളും ഇദ്ദേഹത്തിന് ഇനി ഉണ്ടാവും. ഗോപീചന വല്ലഭൻ അല്ലേ, അങ്ങനെ പല പല പേരുകളുണ്ടാവും. അതൊന്നും കേട്ടിട്ട് അത്ഭുതപ്പെടേണ്ട. പിന്നെ ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തികൾ കണ്ട് നിങ്ങൾ അത്ഭുതപ്പെടും, പക്ഷെ അത്ഭുതപ്പെടേണ്ട. ഇത്രയല്ലേ ചെയ്യുന്നുള്ളൂ. ഇദ്ദേഹം വലിയ ഡോണാണ്. അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ചെറിയ ചെറിയ അത്ഭുതങ്ങളിലൊന്നും വലിയ അത്ഭുതപ്പെടാനില്ല. ഗോവർദ്ധനം പൊക്കുമ്പോഴോ അതിലൊന്നും വലിയ അത്ഭുതമില്ല. കാരണം ഇതൊക്കെ ഇത്രയല്ലേ ഉള്ളൂ എന്ന് ചിന്തിക്കുക. അഹോ ഭാഗ്യം തുനേതേനേദം സാക്ഷാത് ശ്രീ പുരുഷോത്തമ ത്വദ്ഗ്രഹേ വർത്തമാനോയം ശിശുരൂപ പരാത്പര. ഗർഗമുനി പറഞ്ഞു, എത്ര ഭാഗ്യവാനാണ് നന്ദമഹാരാജ. അവിടുന്ന് ഒരു കൊച്ചുകുട്ടിയായിട്ട് ഭഗവാൻ അങ്ങയുടെ വീട്ടിൽ വന്നിരിക്കുകയാണ്. സർവശ്രേഷ്ഠരെക്കാട്ടിയും പരമോന്നത ശ്രേഷ്ഠനായിട്ടുള്ള സാക്ഷാൽ ഭഗവാൻ അങ്ങയുടെ ഭവനത്തിൽ വന്നിരിക്കുകയാണ്. ശ്രീനാരദ ഉവാച ഇതി ഉക്ത്വാ തഗതേ ഗർഗേ സ്വാത്മാനം പൂർണ്ണം അശീഷം മേനേ പ്രമുദിതാ പത്നിയാ നന്ദരാജോ മഹാമതി. നാരദ മഹർഷി പറഞ്ഞു. ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ഗർഗമുനി എന്ത് ചെയ്തു? അവിടുന്ന് പോയി. എന്നിട്ട് നന്ദമഹാരാജും യശോദാമയും ഒരുപാട് സന്തോഷത്തിലാണ്. എത്ര വലിയ ഭാഗ്യമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അഥാ ഗർഗോ ജ്ഞാനിവരോ ജ്ഞാനോ ജ്ഞാനദോ മുനിസത്തമ കാളിന്ദീ തീര ശോഭധ്യാം വൃഷഭാനുപുരം ഗത. ഇതിനുശേഷം ഗർഗമുനി നേരെ പോയത് വൃഷഭാനുവിൻ്റെ വീട്ടിലാണ്. യമുനാ തീരത്തുള്ള വൃഷഭാനുവിൻ്റെ വീട്ടിൽ. ക്ഷാത്രേണ ശോഭിതം വിപ്രം ദ്വിതീയം ഇവ വാസവം ദണ്ഡേന രാജിതം സാക്ഷാത് ധർമ്മരാജം ഇവ സ്ഥിതം തേജസാ ദ്യോത്യാദിശാം സാക്ഷാത് സൂര്യമിവാപരം
पुस्तकीमेखलायुक्तं द्वितीयम् इव पद्मजं शोभितं शुक्लवसोभिर्देवान् विष्णु इव स्थितं तं दृष्ट्वा मुनिशार्दूलं संस्थाय सादरं प्रणम्य शिरसा सद्य समुखोऽभूत्कृताञ्जलि मुनिं च पीठके स्थाप्य पादातीर्पाचारवित् पूज्यामास विधिवत् श्रीगर्गं ज्ञानिनं वरं तदा प्रदक्षिणकृत्य വൃഷഭാനുവരോ മഹാൻ. ഗർഗമുനിയെ കണ്ടുടൻ തന്നെ വൃഷഭാനുവിന് വലിയ സന്തോഷമായി. ഇവിടെ വൃഷഭാനുവിൻ്റെ കൊട്ടാരത്തെക്കുറിച്ച് ഇവിടെ വർണ്ണിക്കുന്നു. ഭയങ്കര ഐശ്വര്യമാണ്. ഗർഗമുനിക്ക് തോന്നി ഇത് സാക്ഷാൽ ദേവലോകത്ത് ഞാൻ എത്തിയോ എന്ന് തോന്നി. എങ്ങനെ ഐശ്വര്യം തോന്നാതിരിക്കും? കാരണം മഹാലക്ഷ്മി അല്ലേ വീട്ടിലിരിക്കുന്നു. ആദിലക്ഷ്മിയായ സാക്ഷാൽ ശ്രീമതി രാധാറാണിയാണ് വൃഷഭാനുവിൻ്റെ മകൾ. ആദിലക്ഷ്മി ഇരിക്കുന്നിടത്ത് ഐശ്വര്യത്തിന് എന്തെങ്കിലും കുറവുണ്ടാവും? എന്നിട്ട് വൃഷഭാനു ഗർഗമഹർഷിയെ ഒരു സിംഹാസനത്തിലിരുത്തി നമസ്കരിച്ചു. എന്നിട്ടൊന്ന് ആലോചിച്ച് നോക്കണം, ഭഗവാന്റെ പേരിടിയിൽ ചടങ്ങ് എവിടെ വെച്ചാണ് നടന്നത്? തൊഴുത്തിൽ വെച്ചാണ്. പക്ഷെ രാധാറാണിയുടെ വീട് എങ്ങനെയാ പറയുന്നത്? അത് നന്ദമഹാരാജൻ നിസ്സാരമല്ല, വലിയ കൊട്ടാരമാണ്. പക്ഷെ ഇവിടെ എടുത്തു പറയുന്നു വൃഷഭാനുവിൻ്റെ കൊട്ടാരത്തെക്കുറിച്ച്. അത്രയ്ക്ക് ഐശ്വര്യമാണ്. എന്തുകൊണ്ട്? ശ്രീമതി രാധാറാണിയല്ലേ ഇവിടെ ഇരിക്കുന്നു. ലക്ഷ്മി, ആദിലക്ഷ്മിയാണ്. അങ്ങനെ വൃഷഭാനു മഹാരാജ് ഗർഗമുനി ഇരുത്തി. ശ്രീവൃഷഭാനുർവാച സതാം പര്യന്തനം ശാന്തം ഗ്രഹിണാം ശാന്തയേ സ്മിതം നൃണാം അന്തസ്തമോഹാരി സാധുർ ഏവ നമസ്കര. എന്നിട്ടും വൃഷഭാനു മഹാരാജ് എന്താ പറയുന്നത്? അങ്ങേപ്പോലുള്ള സാധുജനങ്ങൾ, നമ്മളെപ്പോലുള്ള ഗൃഹസ്ഥരുടെ ജീവിതത്തിൽ വരുന്നത് നമ്മളെ അന്ധകാരത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ്. നോക്കണേ, സാക്ഷാൽ രാധാറാണിയുടെ അച്ഛനായിട്ടും അദ്ദേഹത്തിൻ്റെ ഭാവം കണ്ടില്ലേ? തീർത്ഥീഭൂതവയം ഗോപ ജാതസ്ത്വദ് ദർശനാത് പ്രഭോ തീർത്ഥാനി തീർത്ഥി കുർവന്തി ത്വാദൃശ സാധവർഷിതോ. അങ്ങേപ്പോലുള്ള ഋഷിമാരെ കാണുന്നത് കൊണ്ട് നമുക്ക് പിന്നെ തീർത്ഥസ്ഥലങ്ങളിൽ പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ പോകുന്ന സ്ഥലങ്ങളെല്ലാം തീർത്ഥങ്ങളായിട്ട് മാറുകയാണ്. ഹേ മുനേരാധിക നാമ കന്യാമേ മംഗളായന കസ്മൈ വരായ ദത്താവ്യാവതം ത്വമേ സുനിശ്ചിതം. എന്നിട്ട് വൃഷഭാനു പറഞ്ഞു, എൻ്റെ മകൾ രാധികയാണ്, ഏറ്റവും ശുഭദായികയാണ്. ഞാൻ ആർക്കാണ് എൻ്റെ മകളെ വിവാഹം കഴിപ്പിച്ച് കൊടുക്കേണ്ടത്? അങ്ങയുടെ അഭിപ്രായം ഒന്ന് പറഞ്ഞു തരണം. തം പര്യതം മർക്ക ഇവ ത്രിലോകം ദിവ്യദർശന വരോ അനയ്യ സമോയ വൈ തസ്മൈ ദാസ്യാമി കന്യകാം. സൂര്യൻ എങ്ങനെയാണോ എല്ലാ ലോകങ്ങളിലും സൂര്യപ്രകാശം പോകുന്നത്, അതുകൊണ്ട് തന്നെ അങ്ങേക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. അതുകൊണ്ട് തന്നെ ഏറ്റവും സദ്ഗുണ സമ്പന്നയായിട്ടുള്ള എൻ്റെ മകൾക്ക് അനുയോജ്യനായ ഭർത്താവ് ആരായിരിക്കും എന്ന് പറയും. ശ്രീനാരദ ഉവാച ഹസ്തം ഗൃഹീത്വാ ശ്രീഗർഗോ വൃഷഭാനുർമഹാമുനി ജഗാമ യമുനാ തീരം നിർജ്ജനം സുന്ദരസ്തനം. അപ്പോൾ വൃഷഭാനുവിൻ്റെ കൈ പിടിച്ചിട്ട് ഗർഗമുനി രഹസ്യമായിട്ടുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുപോയി യമുനാ തീരത്ത്. കാളിന്ദീ ജലകല്ലോല കോലാഹല സമാകുലം തത്രോപവേശ ഗോപേശ മുനീന്ദ്ര പ്രാഹധർമ്മ. യമുനാ തീരത്ത് ഒരു സ്ഥലത്ത് വൃഷഭാനുവും ഗർഗമുനി ഇരുന്നു. എന്നിട്ട് ഗർഗമുനി പറഞ്ഞു, ശ്രീഗർഗ ഉവാച ഹേ ഗോപാഗുപ്തമാഖ്യാനം കഥന്യാം ന ച ത്വയാ പരിപൂർണതമഃ സാക്ഷാത് ശ്രീകൃഷ്ണ ഭഗവാൻ സ്വയം അസംഖ്യ ബ്രഹ്മാണ്ഡപതിർഗോലോകേശ പരാത്പര തസ്മാത് പരോ വരോ നാസ്തി ജാതോ നന്ദഗൃഹീത. ഗർഗമുനി പറഞ്ഞു, വൃഷഭാനു, ഞാനൊരു രഹസ്യം പറയുകയാണ്, ശ്രദ്ധിച്ചു കേൾക്കണം.
പരമ ദിവ്യോത്തമ പുരുഷനായ പരമോന്നത ഭഗവാനായ അദ്ദേഹം തന്നെയാണ് ശ്രീകൃഷ്ണൻ. അഖില കോടി ബ്രഹ്മാണ്ടങ്ങളുടെയും നായകനായിട്ടുള്ള ഗോലോക പരമവൈകുണ്ഠമായ ഗോലോകത്തിൻ്റെ നാഥനായ അദ്ദേഹം തന്നെയാണ് അങ്ങയുടെ മകൾക്ക് അനുയോജ്യനായിട്ടുള്ള ഭർത്താവ്. അതേ കുട്ടി തന്നെയാണ്, അതേ ഭഗവാൻ തന്നെയാണ് നന്ദമഹാരാജൻ്റെ മകനായിട്ട് അവതരിച്ചിരിക്കുന്നത്. ശ്രീ വൃഷഭാനുർവാച അഹോഭാഗ്യം അഹോഭാഗ്യം നന്ദസ്യാപി മഹാമുനെ ശ്രീകൃഷ്ണസ്യാവതരസ്യ സർവം ത്വം വദ കാരണം. ഉടൻ തന്നെ വൃഷഭാനു ചോദിച്ചു, വലിയ ഭാഗ്യമാണ്, നന്ദമഹാരാജൻ്റെ മകൻ സാക്ഷാൽ ഭഗവാനല്ലേ, അന്നേരം ആ ഭഗവാനെ തന്നെ എനിക്ക് മരുമകനായിട്ട് കിട്ടിയ ഇതിൽ പരം ഭാഗ്യം എന്താ വേണ്ടുന്നത്? എന്താണ് ഭഗവാൻ ഇങ്ങോട്ട് വരാനുള്ള കാരണം പറഞ്ഞു തരൂ എന്ന് പറഞ്ഞു. ശ്രീഗർഗ ഉവാച ഭുവോ ഭാരത ഭുവോ ഭൂഭാരോ അവതാര്യ കംസാദിനാം വധ്യാച ബ്രഹ്മണ പ്രാർത്ഥിത കൃഷ്ണു ബഭൂവ ജഗതീതലേ. ഗർഗമഹർഷി പറഞ്ഞു, ഭൂഭാരത്തെ തീർക്കാനും കംസന്റെ നേതൃത്വത്തിലുള്ള എല്ലാ അസുരന്മാരെയും വധിക്കാനും ബ്രഹ്മദേവൻ മറ്റു ദേവന്മാരും അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഭഗവാൻ ഈ ഭൂമിയിൽ അവതരിച്ചിരിക്കുന്നത്. ശ്രീകൃഷ്ണ പത്തരജ്ഞീയ ഗോലോകേ രാധികാവിദ ത്വദ്ഗ്രഹേ സാവി സഞ്ജാത ത്വം ന ജാനസി തം പരം. ശ്രീ രാധിക ആരാണെന്ന് അങ്ങേക്ക് അറിയാമോ? ഭഗവാന്റെ ശക്തിയായ, ഭഗവാന്റെ ഗോലോകത്തിലെ രാജ്ഞിയായ അതേ സാക്ഷാൽ ആദിപരാശക്തിയാണ് അങ്ങയുടെ മകളായിട്ട് ജനിച്ചിരിക്കുന്നത്. അങ്ങേക്കത് അറിയാൻ കഴിയുന്നില്ല. ശ്രീനാരദ ഉവാച തഥാ പ്രഹർഷിതോ ഗോപോ വൃഷഭാനു സുവിസ്മിത കലാവതീം സമാഹൂയ തയാ സാകും വിചര്യ ച. നാരദ മഹർഷി പറഞ്ഞു, ഇത് കേട്ടുടനെ വൃഷഭാനുവിന് വലിയ സന്തോഷം. ഉടൻ തന്നെ ഭാര്യയായ കലാവതിയെ വിളിച്ചു. എന്നിട്ട് രണ്ടുപേരും ഗർഗമുനി പറഞ്ഞതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചു തുടങ്ങി. രാധാകൃഷ്ണാനുഭാവം ച ജ്ഞത്വാ ഗോപവരപ്പര ആനന്ദാശ്രു കലാം മുഞ്ചൻ പുനരാഹ മഹാമുനി. ശ്രീ രാധാകൃഷ്ണന്റെ ആ പരമോന്നത സ്ഥാനത്തെ മനസ്സിലാക്കി ആനന്ദം കൊണ്ട് വൃഷഭാനു കരഞ്ഞുകൊണ്ടേയിരുന്നു. എന്നിട്ട് വൃഷഭാനു പറഞ്ഞു, ശ്രീ വൃഷഭാനുർ ഉവാച തസ്മൈ ദാസ്യാമി ഹി ബ്രഹ്മൻ കന്യാം കമലലോചനം ത്വയാ പന്തദർശിതോ മേ ത്വയാ കാര്യോയം ഉദ്വഹ. വൃഷഭാനു പറഞ്ഞു, ബ്രാഹ്മണശ്രേഷ്ഠ, എൻ്റെ മകളെ ആ ഭഗവാന് തന്നെ ഞാൻ കൊടുക്കുന്നു. അങ്ങ് എനിക്ക് വഴി കാണിച്ചു തന്നു, അങ്ങ് തന്നെ ആ വിവാഹം നടത്തണമെന്ന്. ശ്രീഗർഗ ഉവാച അഹം ന കരിഷ്യാമി വിവാഹം മനയോർ നൃപ തയോർ വിവാഹോ ഭവിത ഭാണ്ഡീരേ യമുനാ തടേ. ഗർഗമുനി പറഞ്ഞു, ഞാനല്ല വിവാഹം നടത്തുന്നത്. ഭാണ്ഡീർ വനത്തിൽ, യമുനാ തീരത്തുള്ള ഭാണ്ഡീർ വനത്തിൽ വെച്ച് ഇവരുടെ രണ്ടുപേരുടെയും വിവാഹം നടക്കും. വൃന്ദാവന സമീപേ ച നിർജനേ സുന്ദരസ്ഥലേ പരമേഷ്ടി സമാഗത്യ വിവാഹം കരിഷ്യതി. സാക്ഷാൽ ബ്രഹ്മദേവൻ ആരുമില്ലാത്തൊരു സമയം നോക്കി വൃന്ദാവനത്തിലെ അതിമനോഹരമായിട്ടുള്ള ഭാണ്ഡീർ വനം, നമ്മുടെ സത്സംഗത്തിലെ കുറച്ച് ഭക്തർ ഭാണ്ഡീർ വനത്തിൽ പോയിട്ടുണ്ട്, വളരെ മനോഹരമാണ്. ആ ഭാണ്ഡീർ വനത്തിൽ വെച്ച് വിവാഹം നടത്തുന്നു. തസ്മാത് രാധാം ഗോപവരാ വിധി അർദ്ധാംഗീം വരസ്യ ച ലോകേ ചൂടമണി സാക്ഷാത് രാജ്ഞീം ഗോലോകമന്ദിരേ. എന്നിട്ട് അങ്ങ് മനസ്സിലാക്കണം, രാധ എന്ന് പറയുന്നത് കൃഷ്ണൻ തന്നെയാണ്. കൃഷ്ണനിൽ നിന്നും അടുത്തൊരു കൃഷ്ണൻ വന്നു, ആ കൃഷ്ണനാണ് രാധ. അതുകൊണ്ട് കൃഷ്ണനെ പോലെ തന്നെ നമ്മൾ രാധാദേവിയെ ബഹുമാനിക്കണം, രാധാദേവിയെ പോലെ കൃഷ്ണനെ ബഹുമാനിക്കണം.
രണ്ട് പേര് ഒരേ ആൾ തന്നെയാണ്. അതിൻ്റെ അർത്ഥം രണ്ട് പേരില്ല എന്നല്ല. കൃഷ്ണൻ തന്നെയാണ് രാധ, രാധ തന്നെയാണ് കൃഷ്ണൻ. പക്ഷേ രണ്ടുപേരും വ്യത്യസ്തമാണ്. അങ്ങനെ പറയുന്നു, ഗോലോകത്തിൽ രാധാ ദേവി എന്ന് പറയുന്നത് രാജ്ഞിയാണ്. ഈ ബ്രഹ്മാണ്ടത്തിൻ്റെ ഗോലോകത്തിൻ്റെ രത്നമാണ് ശ്രീമതി രാധ. യൂയം സർവേ അപി ഗോപാല ഗോലോകാത് ആഗതാ ഭുവി തഥാ ഗോപീ ഗണഗാവോ ഗോലോകാരാധികേ ചെയ്യ. ഇനി നിങ്ങളൊക്കെ എവിടുന്നാ വരുന്നത് നിങ്ങൾ മറന്നുപോരുത്. നിങ്ങളെല്ലാം ഗോലോകത്തു നിന്നാണ് വരുന്നത്. രാധാദേവിയുടെ ആഗ്രഹപ്രകാരം ഗോലോകത്തിൽ നിന്നുള്ള പശുക്കളും ഗോപന്മാരും ഗോപികമാരുമാണ് ഇവിടെ ഇറങ്ങി വന്നിരിക്കുന്നത്. ഭഗവാൻ വന്നതിനോടൊപ്പം ആ ഗോലോകം മൊത്തം ഇങ്ങനെ ഇറങ്ങി വരുന്നു എന്നാണ് പറയുന്നത്. അന്നേരം ഭഗവാന്റെ പശുക്കൾ ഗോലോകത്തിലെ പശുക്കളായിരുന്നു. ഹരേ കൃഷ്ണ. ഭഗവാന്റെ കൂട്ടുകാരും ഗോപികമാരും പശുക്കളും എല്ലാം അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നതാണെന്നാണ് പറയുന്നത്. യദ്ദർശനം ദുർലഭം ഏവ ദുർഘടം ദേവശ്ച യജ്ഞേർന ച ജന്മഭി കിം യു സവിഗ്രഹം തം തവ മന്ദിരാശ്രേ രക്ഷന്തി ഗുപ്തം ബഹുഗോപ ഗോപിക. ഇനി അടുത്ത പറയുന്നതാണ് ഡേഞ്ചർ ശ്ലോകം കേട്ടോ. ദേവന്മാർക്കോ വലിയ വലിയ തപസ് ചെയ്യുന്ന ഋഷിമാരെ വിട്ടേക്കും. എത്ര ജന്മങ്ങൾ തപസ് ചെയ്താലും ദേവന്മാർക്ക് പോലും നിങ്ങളുടെ ഈ കൊട്ടാരം കാണാൻ കഴിയുന്നില്ലെന്നാണ് പറയുന്നത്. ഞാൻ പറയുന്നത് മനസ്സിലായോ? വലിയ വലിയ തപസ്സുകൾ ചെയ്ത ഋഷിമാർക്കോ, ഋഷിമാരുടെ കാര്യം പോട്ടെ, ദേവന്മാർക്ക് പോലും വൃഷഭാനു അങ്ങിരിക്കുന്ന ഈ കൊട്ടാരവും അങ്ങയുടെ ഈ പല ഗോപന്മാരെയും ഗോപികമാരെയും ദേവന്മാർക്ക് പോലും കാണാൻ കഴിയുന്നില്ലെന്നാണ്. പശുക്കളെയും കാണാൻ കഴിയുന്നില്ലെന്നാണ്. അവർക്കും കാണാൻ യോഗ്യതയില്ലാത്തതുകൊണ്ട് ദേവന്മാർക്ക് പോലും നിങ്ങളുടെ ചുറ്റുമുള്ള പല കാര്യങ്ങളും കാണാൻ കഴിയുന്നില്ല. അവരെല്ലാം അദൃശ്യരായിട്ടിരിക്കുകയാണ് ദേവന്മാരുടെ നോട്ടത്തിൽ. പിന്നെ ഋഷിമാരെ കുറിച്ചൊക്കെ എന്ത് പറയണം? ഹരേ കൃഷ്ണ. ശ്രീനാരദുവാച തഥാ ച വിസ്മിതോ രാജൻ ദമ്പതി ഹർഷിതോ പരം രാധാകൃഷ്ണ പ്രഭാവം ച ശ്രുത്വാ ശ്രീകർമ്മമുച്ഛതു. നാരദമഹർഷി പറഞ്ഞു, അങ്ങനെ ശ്രീ രാധാകൃഷ്ണൻ്റെ ആ ഗോലോകത്തിൻ്റെ ആ ഒരു ധാമത്തെക്കുറിച്ച്, ആ ഒരു ഉയർന്ന അവസ്ഥയെക്കുറിച്ച് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷമായി വൃഷഭാനുവിനും കീർത്തിദാ ദേവിക്കും. ഇവർ രണ്ടുപേരും ഗർഗമുനിയെടുത്ത് പറഞ്ഞു, ശ്രീദമ്പതിയു ഊചതു രാധാശബ്ദസ്യ ഹേ ബ്രഹ്മൻ വ്യാഖ്യാനം വദ തത്വത ത്വത്വോ ന സംശയം ചേത കോപി ഭുമോ മഹാമുനേ. വൃഷഭാനു കീർത്തിദ ദേവിയും കൂടെ പറഞ്ഞു, ബ്രാഹ്മണ ശ്രേഷ്ഠ, രാധ എന്ന വാക്കിൻ്റെ അർത്ഥം ഒന്ന് പറഞ്ഞു തരുമെന്ന് പറഞ്ഞു. അങ്ങല്ലാതെ വേറെ ആർക്കും ഈ വാക്കിൻ്റെ അർത്ഥം പറഞ്ഞു തരാൻ പറ്റില്ല. എന്നാൽ നമുക്കിവിടെ നിർത്താം. ഇന്നത്തെ സത്സംഗം ഇവിടെ ഗർഗമുനി ഇനി രാധാനാമത്തിൻ്റെ അർത്ഥം പറയുകയാണ്. അത് കേൾക്കാൻ താല്പര്യമുണ്ടോ? ആർക്കും വേണ്ടല്ലോ അല്ലേ? ഇനി നമുക്ക് അടുത്ത അധ്യായം നാളത്തെ സത്സംഗത്തിൽ എടുക്കാം. ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് രാധാനാമത്തിൻ്റെ അർത്ഥം വായിക്കട്ടെ. അറിയണ്ടല്ലോ, ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് കേൾക്കട്ടെ രാധാനാമത്തിൻ്റെ അർത്ഥം. ഇനി നമുക്ക് അടുത്ത അധ്യായം എടുക്കാം. അടുത്ത അധ്യായം എടുക്കണ്ടോ അല്ലേ? കൃഷ്ണനാമത്തിൻ്റെ അർത്ഥം അറിഞ്ഞില്ലേ? ഇനിയിപ്പോൾ രാധാനാമത്തിൻ്റെ ആവശ്യമില്ലല്ലോ അല്ലേ? ഞാൻ ഒറ്റയ്ക്കിരുന്ന് വായിച്ചിട്ട് ഞാൻ ആസ്വദിക്കട്ടെ അർത്ഥം. എന്തോ എനിക്ക് പറയാൻ തോന്നുന്നില്ല, എന്താണ്
എന്താണെന്നറിയത്തില്ല, എനിക്ക് പറയാൻ തോന്നുന്നില്ല. ഗർഗമഹർഷി പറയുന്നു, ശ്രീ ഗർഗ ഉവാച സാമവേദസ്യ ഭാവാർത്ഥം ഗന്ധമാദന പർവ്വതേ ശിഷ്യേനാപി മായാ തത്ര നാരായണ മുഖശ്രുതം. ഗർഗമുനി പറഞ്ഞു, ഗന്ധമാദന പർവ്വതത്തിന്റെ മുകളിൽ നാരായണ ഋഷി സാമവേദത്തിന്റെ പല അർത്ഥങ്ങളും പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറഞ്ഞു. ഓക്കെ, അങ്ങനെ ഇന്നത്തെ സത്സംഗം ഇവിടെ തീരുകയാണ്. ഇനി നമുക്ക് രാത്രി രാധാകൃഷ്ണ ലീലയിൽ കാണാം. ഇന്ന് വന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ശ്രീമതി രാധാറാണിയുടെയും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥന. ഹരേ കൃഷ്ണ. കേൾക്കണോ? എന്താണ് രാധാനാമത്തിന്റെ അർത്ഥം? എന്നാൽ എല്ലാവരും കമന്റ്സിലിടൂ. രാധേ രാധേ, ജയ ശ്രീ രാധേ, രാധേ രാധേ, ജയ ശ്രീ രാധേ, രാധേ രാധേ, ജയ ശ്രീ രാധേ. ഇനി എനിക്ക് പറയാൻ കഴിയില്ല. രാധേ രാധേ, ജയ ശ്രീ രാധേ, രാധേ രാധേ, ജയ ശ്രീ രാധേ, രാധേ രാധേ, ജയ ശ്രീ രാധേ. ഗർഗമഹർഷി നാരായണ ഋഷിയിൽ നിന്നും കേട്ട കാര്യം പറയുകയാണ്. രാധാനാമത്തിന്റെ അർത്ഥം എന്താണ്? രമായാതൂരകാരസ്യാത് അകാരസ്ത്വ ആദിഗോപിക, ആദിഗോപിക ധകാരോ ധരയാ ഹി സ്യാത് അകാരോ വിരജാനധി. ര എന്ന് പറയുമ്പോൾ രമ, രമ എന്ന് പറഞ്ഞാൽ ആദിലക്ഷ്മി. അന്നേരം രാധ എന്ന നാമത്തിന്റെ ര എന്ന് പറയുന്നത് എന്താണ്? ആദിലക്ഷ്മി. അ എന്ന് പറയുന്നത് ആദി ഗോപിക, ആദ്യത്തെ ഗോപിക. ര എന്ന് പറഞ്ഞാൽ രമ എന്ന് പറഞ്ഞാൽ ആദിലക്ഷ്മിയുടെ പേരാണ്. പരമോന്നത സൗഭാഗ്യങ്ങളും നൽകുന്ന പരമോന്നത മഹാലക്ഷ്മി, അതാണ് രമാദേവി. ഇനി ആ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദി ഗോപിക. ഇനി ധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധര, ഈ ഭൂമിയുടെ ആധാരമേ രാധാദേവിയാണ്. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദിലക്ഷ്മി, അ എന്ന് പറഞ്ഞാൽ ആദി ഗോപിക, ധ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന പ്രപഞ്ചം, ധര, ഇത് മുഴുവനും രാധാദേവിയാണ്. ദേവിയുടെ വെറും ചെറിയ ഒരു സ്പാർക്കാണ് ഈ ഭൂമി എന്ന് പറയുന്നത്. രമ എന്ന് പറഞ്ഞാൽ എല്ലാ സൗഭാഗ്യ ദേവത, എല്ലാ സൗഭാഗ്യങ്ങളും നൽകുന്ന പരമോന്നത ലക്ഷ്മി. അന്നേരം ആള് ലക്ഷ്മിയാണോ? അല്ല, ഗോപികയാണ്. അത് ഏത് ഗോപികയാണ്? ആദ്യത്തെ ഗോപിക. ര എന്ന വാക്കിന്റെ അർത്ഥം രമയാണ്, പരമോന്നത ലക്ഷ്മിയാണ്. എന്നിട്ട് നമ്മൾ ലക്ഷ്മിയാണ്, മഹാലക്ഷ്മിയാണ് രാധാദേവി. അല്ലല്ല, ലക്ഷ്മി അല്ല, ഗോപികയാണ്. അന്നേരം ഏതെങ്കിലും ഒരു ഗോപിക അല്ല, ആദ്യത്തെ ഗോപിക. അതാണ് ര എന്ന വാക്കിന്റെ അർത്ഥം. ധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ധര, ഈ പ്രപഞ്ചത്തെ മുഴുവൻ പിടിച്ചു നിർത്തുന്ന മഹാശക്തി, എല്ലാത്തിനെയും ധരിക്കുന്നവൾ, എല്ലാത്തിൻ്റെയും ആധാരം. ധര എന്ന് പറഞ്ഞാൽ ആധാരം.
എല്ലാത്തിൻ്റെ ആധാരം എന്ന് പറയുന്നത് ഈ ഭൂമിയുടെ തന്നെ ആധാരമായ ശ്രീമതി രാധാറാണി. എന്നിട്ട് രണ്ടാമത്തെ രാധ എന്നുദ്ദേശിക്കുന്നത് വിരജാ നദി. അന്നേരം സൗഭാഗ്യ ദേവത, ആദ്യ ഗോപിക, ഈ ഭൂമി, ഈ പ്രപഞ്ചം, ഇതിൽ നിന്നും വിരജാ നദിയും രാധാദേവിയാണെന്ന് പറയും. അന്നേരം ദേവി ഇല്ലാതെ വേറെന്തെങ്കിലും ഉണ്ടോ? ആദി ഗോപികയാണ്, ആദി ലക്ഷ്മിയാണ്. നമ്മൾ താമസിക്കുന്ന ഈ ഭൂമിയും രാധാദേവിയാണ്, വിരജാ നദിയും രാധാദേവിയാണ്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? രാധാദേവി അല്ലാത്ത എന്തെങ്കിലും ഉണ്ടോ ഈ പ്രപഞ്ചത്തിൽ? സർവ ഐശ്വര്യങ്ങളുടെയും ദേവത, ആദ്യത്തെ ഗോപിക, നമ്മൾ ഈ താമസിക്കുന്ന ഈ ഭൂമി, ധര, രാധാദേവിയാണ്. അതിനപ്പുറത്തായിട്ടുള്ള വിരജാ നദി, ആ വിരജാ നദിയും രാധാറാണിയാണ്. വിരജ, ആ വിരജ നദിയും രാധാറാണിയാണ്. അന്നേരം എന്ന് ഉദ്ദേശിക്കുന്നത് അവിടെ അതും ആരാണ്? വിരജാ നദി. ഇതെല്ലാം രാധാദേവി. അന്നേരം രാധ എന്ന് പറയുമ്പോൾ സർവ ഐശ്വര്യങ്ങളും നൽകുന്ന മഹാലക്ഷ്മി, ആദ്യത്തെ ഗോപിക, നമ്മൾ താമസിക്കുന്ന ഈ ഭൂമി, ഇതിനപ്പുറത്തായിട്ടുള്ള ആ വിരജാ നദി, ഇതെല്ലാം സർവ ചരാചരങ്ങളിലും രാധാനാമത്തിലുണ്ട്. രാധ എന്ന് പറയുമ്പോൾ സർവ ചരാചരങ്ങൾ അങ്ങനെ ആയിരിക്കണമല്ലോ. പ്രകൃതിയും പുരുഷനും. പ്രകൃതി ശക്തി ആരാണ്? രാധാദേവി. പുരുഷൻ ശ്രീകൃഷ്ണ ഭഗവാൻ. അന്നേരം രാധയും കൃഷ്ണനും എന്ന് പറഞ്ഞാൽ സർവവും, അത് എല്ലാം ഉൾപ്പെടുന്നു. ഭഗവാനും ഭഗവാന്റെ ശക്തിയും. അന്നേരം രാധ എന്ന വാക്കിനകത്ത് ഈ സർവ പ്രപഞ്ചത്തിൻ്റെയും ശക്തി ഉണ്ടെന്ന് പറയുന്നു. അതായത് രാധ എന്ന് പറയുമ്പോൾ ആ നാമത്തിലുള്ള ശക്തിയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. ആ ഒറ്റ വാക്കില് ഈ പ്രപഞ്ചത്തിന്റെ സർവശക്തികളും അവിടെ ഉണ്ടെന്നുള്ളത്. അന്നേരം എത്രമാത്രം ശക്തമാണ് രാധാനാമം എന്ന് ചിന്തിച്ചു. രാധേ എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ശക്തികളെയും നമ്മൾ ആവാഹിക്കുകയാണ്. അത് താങ്ങാനുള്ള ശക്തി നമുക്കില്ല. അതുകൊണ്ടാണ് ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കാൻ പറയുന്നത്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ആ നാമത്തിലൂടെ രാധാറാണിയെ പൂജിക്കൂ, ആരാധിക്കൂ. രാധാനാമം ജപിക്കാം. രാധാറാണിയിലുള്ള ആ ഒരു ഇത് പറയുന്നത് നമ്മുടെ സർവസ്വമാണ് ശ്രീമതി രാധ. അതുകൊണ്ട് രാധാനാമം ജപിക്കാം. പക്ഷെ പ്രധാനമായിട്ട് സാക്ഷാൽ ശ്രീമതി രാധാറാണി തന്നെ നമുക്ക് പറഞ്ഞു നൽകുന്നത് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കൂ. കാരണം രാധാനാമത്തിലേക്ക് എത്താനുള്ള യോഗ്യത നമുക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഈ ഹരേ കൃഷ്ണ മന്ത്രം ജപം, ഈ ജപത്തിലൂടെ രാധാറാണിയുടെ കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കൂ. പ്രഭുപാദ്ജിയുടെയും ഗുരു മഹാരാജിന്റെയും ആ ഗുരു പരമ്പരയിലൂടെ രാധാറാണിയുടെ കാരുണ്യത്തിന് വേണ്ടി യാചിക്കൂ. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഭൂമിയും താണ്ടി വിരജാ നദിയും കഴിഞ്ഞ് ആ വൈകുണ്ഠത്തിലെ ലക്ഷ്മിയെ കഴിഞ്ഞ് ആ പ്രധാനപ്പെട്ട ഗോപികയുടെ അടുത്ത് നമുക്ക് എത്താൻ പറ്റും. എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. രാധാറാണി ആദ്യത്തെ ഗോപിക, അതേ ഗോപിക തന്നെ വൈകുണ്ഠത്തിലെ മഹാലക്ഷ്മിയായിട്ടിരിക്കുന്നു. അതേ മഹാലക്ഷ്മി തന്നെ വിരജാ നദിയായിട്ടിരിക്കുന്നു. അതേ വിരജാ നദിക്കിപ്പുറത്തായിട്ട് രാധാറാണി ഭൂമിയായിട്ട്, ഈ ഭൂമി സർവപ്രപഞ്ചങ്ങളുടെ ആധാരമായിട്ട് രാധാദേവി നിൽക്കുന്നു. എന്നാലും ചന്ദ്രഭൂമി എന്ന് പറയുമ്പോൾ നമ്മളുടെ ഭൂമി മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. ദേവന്മാരാണെങ്കിലും താഴോട്ടുള്ള
പാതാള ലോകവാസികളാണെങ്കിലും അവർക്ക് നിൽക്കാനൊരു സ്ഥലം വേണ്ടേ? അതാണ് ധര എന്ന് ഉദ്ദേശിക്കുന്നത്. അന്നേരം ധര എന്ന് പറയുമ്പോൾ ഭൂമി മാത്രമല്ല, ആധാരം ധരിക്കുന്നു. നമ്മൾ എവിടെയെങ്കിലും നിൽക്കണ്ടേ? അന്നേരം ആ നിൽക്കുന്നത് രാധാദേവിയുടെ ശക്തിയിലാണ്. ഈ ശക്തിക്ക് അപ്പുറത്തായിട്ടുള്ള വിരജാ നദിയും രാധാദേവിയാണ്. അതിനപ്പുറത്തുള്ള വൈകുണ്ഠത്തിലെ ലക്ഷ്മിയും രാധാദേവിയാണ്. സർവോപരി ആദിഗോപിക. ഇത്ര മനോഹരമാണ്. ആദിഗോപിക, ആദ്യത്തെ ഗോപിക, അതാണ് ശ്രീമതി രാധ. അതാണ് രാധ എന്ന വാക്കിൻ്റെ അർത്ഥം. സന്തോഷമായോ? അന്നേരം ഇത് ആരോട് പറഞ്ഞു? ആരോട് പറഞ്ഞു? നാരായണ ഋഷി. നാരായണ ഋഷി, നരനാരായണ ഋഷിയിലെ നാരായണ ഋഷി അവിടെ ഗന്ധമാദന പർവ്വതത്തിന്റെ മുകളിൽ വേദമന്ത്രങ്ങൾ പഠിപ്പിക്കുന്നതിൻ്റെ ഇടയിൽ രാധാനാമത്തിന്റെ അർത്ഥത്തെക്കുറിച്ച് പഠിപ്പിച്ചിരുന്നു. ഹരേ കൃഷ്ണ. തീർന്നിട്ടില്ല, ഇനിയുണ്ട്. ശ്രീകൃഷ്ണസ്യ പരസ്യാപി ചതുർധാ തേജസോ ഭവത് ലീലാഭൂ ശ്രീശ്ച വിരജ ചതസ്രാ പത്നേ ഏവ ഹി. ഇവിടെ പറയുന്നു, ഭഗവാന് 4 ശക്തികളുണ്ട്. 4 ശക്തികളുണ്ട്. ലീല, ഭൂ, ശ്രീ, വിരജ. ലീലാശക്തി, ഭൂശക്തി, ശ്രീശക്തി, വിരജ. ഇത് 4 ഭഗവാന്റെ ശക്തിയാണ്. ഇത് 4 ഭഗവാന്റെ പത്നിമാരുമാണ്. അന്നേരം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ലീലകൾ യോഗമായയിലൂടെയാണ് ഭഗവാൻ നടത്തുന്നത്. അതാണ് ലീലാശക്തി. ഭൂശക്തി, ഭൂമി. അന്നേരം നമ്മൾ ഭൂമി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഭൂമി മാത്രമല്ല, സർവ ചരങ്ങളും എല്ലാം. ശ്രീ ഐശ്വര്യദേവത, ശ്രീദേവത, പിന്നെ വിരജ നദി, ഇതെല്ലാം ഭഗവാന്റെ പത്നിമാരാണ്. സംപ്രലിനശ്ചാത സർവ രാധായാം കുഞ്ചമന്ദിരേ പരിപൂർണത്തമം രാധം തസ്മാദാഹുർമനീഷിന. ഈ 4 ശക്തികളും വരുന്നത് രാധയിൽ നിന്നാണ്. അന്നേരം രാധാദേവിയുടെ ഉള്ളിൽ ലീലാശക്തിയുണ്ട്, ശ്രീശക്തിയുണ്ട്, ഭൂശക്തിയുണ്ട്, വിരജാ നദിയുടെ ശക്തിയുണ്ട്. അതായത് ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. പൂർണ്ണത്തിൽ നിന്നും എത്ര പൂർണ്ണങ്ങൾ വന്നാലും പൂർണ്ണത്തിൽ നിന്നും ഒന്നും കുറയത്തില്ല. ഭഗവാൻ കൃഷ്ണനിൽ നിന്നും എത്ര വിഷ്ണു രൂപങ്ങൾ വന്നാലും ഭഗവാന്റെ ഉള്ളിലെ വിഷ്ണു രൂപങ്ങൾ കുറയുന്നില്ല, ഭഗവാന്റെ ഉള്ളിലെ അവതാരങ്ങൾ കുറയുന്നില്ല. അതേപോലെ രാധാദേവിയിൽ നിന്നും എത്ര ശക്തികൾ വന്നാലും രാധാദേവിയിൽ നിന്നും ഒരു ശക്തി പോലും കുറയുന്നില്ല. രാധാദേവി പരിപൂർണ ശക്തിയാണ്. ശ്രീകൃഷ്ണ ഭഗവാൻ പരിപൂർണ ഭഗവാനാണ്. അതുകൊണ്ടാണ് രാധാറാണി ആദിപരാശക്തി. അതുകൊണ്ട് എല്ലാവരും എന്താ പറയുന്നത്? സംപ്രലിനാശ്ചത സർവ രാധായാം കുഞ്ചമന്ദിരേ പരിപൂർണതമം രാധം തസ്മാദാഹുർമനീഷിന. പരിപൂർണതമം, കൃഷ്ണനെയും പരിപൂർണതമം എന്ന് പറയുന്നത്, അതായത് പരിപൂർണതയുടെ ടോപ്പ്. കൃഷ്ണൻ ടോപ്പ് മോസ്റ്റ് ആണ്. അതേപോലെ ഭഗവാന്റെ ശക്തികളുടെ ടോപ്പാണ് രാധ. രാധാദേവിക്ക് അപ്പുറം കൃഷ്ണൻ ഒരു ശക്തിയില്ല, കൃഷ്ണനപ്പുറം ഒരു ഭഗവാനുമില്ല. ഇതിക്കുള്ള ഞാൻ എന്താ പറയട്ടെ? അതായത് കൃഷ്ണന്റെ ഉള്ളിൽ എല്ലാ ഭഗവത് സ്വരൂപങ്ങളും ഉണ്ട്, രാധാദേവിയുടെ ഉള്ളിൽ എല്ലാ ശക്തി സ്വരൂപങ്ങളും ഉണ്ട്. കൃഷ്ണനപ്പുറം ഒരു ഭഗവാനില്ല, രാധാദേവിക്ക് അപ്പുറം ഒരു ശക്തിയുമില്ല. കൃഷ്ണ എന്ന് പറഞ്ഞാൽ സർവ ഭഗവത് രൂപങ്ങളും നരസിംഹവും എല്ലാം, എല്ലാ അവതാരങ്ങളും എല്ലാം അതിനകത്തുണ്ട്. കൃഷ്ണനകത്ത് ഇല്ലാത്ത ഒന്നുമില്ല. ഇനി രാധാദേവിയുടെ ഉള്ളിലോ എല്ലാ ശക്തികളും ഉണ്ട്.
അതായത് രാധ എന്ന് പറഞ്ഞാൽ ആ നാമത്തിലുള്ള ശക്തിയെ, അതിലുള്ള ഊർജത്തെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റും. ആ ശക്തിയെ താങ്ങാൻ ആർക്കും കഴിയത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. സേതുബന്ധനം നിർമ്മിക്കുന്ന സമയത്ത്, ആ പാലം നിർമ്മിക്കുന്ന സമയത്ത് രാമ എന്നൊരു വാക്ക് എഴുതിയിട്ടാണ് ആ പാറകളെ പാലത്തിന് വേണ്ടി ഉപയോഗിച്ചത്. അന്നേരം രാമന്റെ നാമത്തിന്റെ ശക്തിയുടെ ഒരു ചെറിയൊരു സാമ്പിളാണത്. സദാസമയം രാമനാമം ജപിക്കുന്നതുകൊണ്ടാണ് ഹനുമാൻ സ്വാമിക്ക് ഇത്രയും ശക്തി. അന്നേരം കൃഷ്ണന്റെ നാമത്തിന് എന്ത് ശക്തിയായിരിക്കും? ഒന്ന് ആലോചിച്ചു. അപ്പോൾ രാമനാമത്തിന് ഇത്രയും ശക്തിയുണ്ട്. നാരായണ എന്ന് ഓർക്കാപ്പുറത്ത് വിളിച്ചപ്പോൾ യമദൂതന്മാര് വരെ ഓടി. യമരാജൻ പറയുന്നു, എന്ത് പറയുന്നേ, നാരായണ ആരെങ്കിലും വിളിച്ചേക്ക് അങ്ങോട്ട് പോരുതെന്ന് പറഞ്ഞിരിക്കുകയാണ്. അന്നേരം 1000 നാരായണ നാമത്തിന് തുല്യമാണ് ഒരു രാമന്റെ നാമം. 3 രാമനാമത്തിന് തുല്യമാണ് ഒരു കൃഷ്ണനാമം. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഡേഞ്ചർ. അപ്പോൾ രാധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. ഈ പ്രപഞ്ചത്തിലെ സർവശക്തികളും ഒറ്റ വാക്കിൽ ഒതുങ്ങുന്നതാണ് രാധ എന്ന് പറയുന്നത്. ഈ പ്രപഞ്ചത്തിലെ സർവശക്തികളും, സർവ്വതും, ഭൗതികം ആധ്യാത്മികമായിട്ടുള്ള എല്ലാ ശക്തികളും ആ ഒറ്റ വാക്കിനകത്തുണ്ടെന്നുള്ളതാണ്. രാധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ശബ്ദത്തിനകത്ത് അത്രയ്ക്ക് ശക്തി അതിനകത്തുണ്ടെന്നുള്ളതാണ്. എന്നിട്ട് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അതുകൊണ്ട് രാധാനാമം ജപിക്കുമ്പോൾ സൂക്ഷിച്ച് ജപിക്കുക. തീയുമായിട്ടാണ് കളിക്കുന്നത്. ഹരേ കൃഷ്ണ. അതുകൊണ്ട് ഏറ്റവും സേഫ് ഹരേ കൃഷ്ണ മഹാമന്ത്രം. അതിൽ രാധാദേവി ഉണ്ട്, പക്ഷെ വേറൊരു ഭാവത്തിലാണ്. ആ ഒറിജിനൽ ശക്തിയെ നമുക്ക് താങ്ങാനുള്ള ശക്തിയില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, സർവോപരി പരമോന്നത ആദിപരാശക്തിയാണ് ശ്രീമതി രാധാരാമ. രാധാനാമം ജപിക്കുമ്പോൾ സഹസ്രനാമത്തിൻ്റെ ആവശ്യമുണ്ടോ? ലളിത സഹസ്രനാമത്തിൻ്റെ ആവശ്യമുണ്ടോ? ദേവി ഭാഗവത്തിൻ്റെ ആവശ്യമുണ്ടോ? ദേവി മഹാത്മ്യത്തിൻ്റെ ആവശ്യമുണ്ടോ? രാധ എന്ന് പറയുമ്പോൾ ആദിപരാശക്തി അവിടെ വന്നു കഴിഞ്ഞു. എല്ലാ ദേവി സ്വരൂപങ്ങളുടെയും സ്രോതസ്സായ സാക്ഷാൽ പരമോന്നത ശക്തിയാണ് ആ ഒറ്റ വാക്കിൽ നമ്മൾ ആവാഹിക്കുന്നു, ക്ഷണിക്കുന്നു. അതുകൊണ്ട് തന്നെ സർവ ആചാര്യന്മാരും പറയുന്നു എന്ന് പറയുന്നു, രാധാദേവിക്കപ്പുറം ഒരു ശക്തി ഈ ലോകത്തിൽ അറിയില്ല. ശ്രീനാരദ ഉവാച രാധാ കൃഷ്ണേതി ഹേ ഗോപാ യേ ജപന്തി പുനഃ പുനഃ ചതുഷ്പാദാർത്ഥം കിം തേഷാം സാക്ഷാത് കൃഷ്ണോ വിലപ്യത്തെ. ആരാണോ രാധാകൃഷ്ണന്റെ നാമം ജപിക്കുന്നത് അവർക്ക് കൃഷ്ണനെ നേരിട്ട് കാണാൻ പറ്റും എന്നാണ് പറയുന്നത്. അവർക്ക് വേറെ ഈ ലോകത്ത് എന്താണ് നേടേണ്ടതായിട്ടുള്ളത്? സാക്ഷാൽ കൃഷ്ണനെ അവർക്ക് കിട്ടുമെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടോ അവർക്ക്? തദാതി വിസ്മിതോ രാജൻ വൃഷഭാനുപ്രിയയുത രാധാകൃഷ്ണ പ്രഭാവം തം ജ്ഞാത്വാനന്ദമയോ ഹേതോ. അങ്ങനെ രാധാകൃഷ്ണന്റെ ശക്തികളെക്കുറിച്ചും ഐശ്വര്യത്തെക്കുറിച്ചും അറിഞ്ഞപ്പോൾ വൃഷഭാനു മഹാരാജും കീർത്തിത ദേവിയും അത്ഭുതത്തോടു കൂടി ഇരിക്കുകയാണ്. ഇത്തം ഗർഗോ ജ്ഞാനിവരാ പൂജിത വൃഷഭാനുന ജഗമാ സ്വഗ്രഹം സാക്ഷാ മണീന്ദ്ര സംഭവിക്കുന്നു. അതിനുശേഷം വൃഷഭാനു മഹാരാജ്
ഗർഗമുനി ആരാധിച്ചു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നും പോയി. ഹരേ കൃഷ്ണ. ഇനി നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ആ ഒരു അധ്യായം എത്തിയിരിക്കുകയാണ്. ശ്രീമതി രാധാറാണിയുടെയും കൃഷ്ണൻ്റെയും വിവാഹം നടക്കുന്ന ഒരു അധ്യായം. ഹരേ കൃഷ്ണ. ഹരേ ഗോവിന്ദ. അത് നമുക്ക് നാളെ എടുക്കാം. ഇന്ന് വൈകുന്നേരത്ത് നമുക്ക് 9 മണിക്ക് 9:30 ആകുമ്പോൾ രാധാകൃഷ്ണ ലീലകൾ നമുക്ക് ചർച്ച ചെയ്യാം. എല്ലാവർക്കും സന്തോഷമായെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് ഹരേ കൃഷ്ണ മഹാമന്ത്രം ശ്രീമതി രാധാറാണിയുടെ എന്ന മന്ത്രമാണ്. എങ്ങനെയെന്നറിയോ? രഘുനാഥ് ദാസ് ഗോസ്വാമി പറയുന്നു, ഈ ഹരേ കൃഷ്ണ മന്ത്രം എങ്ങനെയാണ് വന്നതെന്നറിയാം. എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണം. ശ്രീമതി രാധാറാണി ഗോലോക വൃന്ദാവനത്തിൽ കൃഷ്ണനിൽ നിന്നുള്ള വിരഹത്തിലിരിക്കുമ്പോൾ രാധാറാണി ജപിക്കുന്ന മന്ത്രമാണ് ഹരേ കൃഷ്ണ മന്ത്രം. മനസ്സിലായോ? ഗോലോക വൃന്ദാവനത്തിൽ ശ്രീമതി രാധാറാണി കൃഷ്ണനിൽ നിന്നും വിരഹം അനുഭവിക്കുമ്പോൾ രാധാറാണി സ്വയം ജപിക്കുന്ന മന്ത്രമാണ് ഹരേ കൃഷ്ണ മന്ത്രം. അതുകൊണ്ടാണ് ഹരേ കൃഷ്ണ മന്ത്രത്തിൽ രാധാനാമം വരാത്തത്. കാരണം വിരഹഭാവത്തിൽ രാധാറാണി ഇരിക്കുമ്പോൾ കൃഷ്ണന്റെ ശക്തിയെ ഹരേ എന്നുള്ളൊരു സംബോധനയിൽ വിളിക്കുകയാണ്. പക്ഷേ രാധാറാണി സ്വയമാണ് ആ ശക്തി. പക്ഷേ കൃഷ്ണന്റെ വിരഹത്തിൽ രാധാറാണി അത് മറന്നുപോകുന്നു. ആ ലീലയിൽ മഗ്നയായിട്ട് രാധാറാണി പ്രാർത്ഥിക്കുകയാണ്, കൃഷ്ണ, അങ്ങയുടെ ശക്തികളെ അങ്ങയുടെ സേവനത്തിൽ എന്നെ ഏർപ്പെടുത്തൂ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന് പറയും. അപ്പോൾ ഇത് പ്രാർത്ഥിച്ച ഉടൻ തന്നെ കൃഷ്ണൻ സമീപത്തെത്തും. രാധാറാണിയുടെ ഉടൻ തന്നെ കൃഷ്ണനെ രാമ എന്ന് വിളിക്കുകയാണ്. എന്താണ്? എല്ലാം അദ്ദേഹത്തിൻ്റെ ആസ്വാദനത്തിന് വേണ്ടിയാണ്. അതുകൊണ്ടാണ് കൃഷ്ണനെ രാധാറാണി രാമ, എല്ലാവർക്കും ആനന്ദം നൽകുന്നതും എല്ലാം അങ്ങയുടെ ആനന്ദത്തിന് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ടാണ് ഹരേ രാമ 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 ഹരേ ഹരേ. അതാണ് ഹരേ കൃഷ്ണ മന്ത്രത്തിൻ്റെ അർത്ഥം. ആദ്യം കൃഷ്ണ എന്ന് വിളിക്കുമ്പോൾ കൃഷ്ണൻ അകലെയാണ്. വിരഹത്തിൽ കൃഷ്ണനെ വിളിക്കും, കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന് വിളിക്കുമ്പോൾ കൃഷ്ണ അടുത്തെത്തും. ഉടനെ ഭഗവാനെ കണ്ട ആനന്ദത്തിൽ കൃഷ്ണനും ആനന്ദം ലഭിക്കുന്നു. ആ ആനന്ദത്തിൽ അനുഭവിക്കുന്ന രമിക്കുന്നവൻ എന്ന് ഉദ്ദേശിച്ച് രാമ എന്ന് വിളിക്കുന്നു. ഹരേ രാമ 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 ഹരേ ഹരേ. ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല, പക്ഷെ രാധാറാണിയുടെ ഭാവമാണിത്. അതേ ഭാവത്തിലെ അതേ മഹാമന്ത്രം ചൈതന്യ മഹാപ്രഭു, ആരാണ്? കൃഷ്ണൻ തന്നെ രാധാറാണിയുടെ ഭാവത്തിൽ. അന്നേരം ഒന്ന് ആലോചിച്ച് നോക്കണം, രാധാറാണിയുടെ മന്ത്രമാണ് ചൈതന്യ മഹാപ്രഭു നമുക്ക് നൽകിയിരിക്കുന്നത്. ഇതിൽ കൂടുതൽ എന്താണ് വേണ്ടുന്നത്? ഇതിൽ പരം വേറൊരു മന്ത്രം ഈ ലോകത്തുണ്ടോ? ഒരു മന്ത്രം ഇതിൻ്റെ തുല്യം വരത്തില്ല. നമ്മൾ ഇന്ന് പഠിച്ചില്ല, ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. ശ്രീകൃഷ്ണ ഭഗവാൻ അപ്പുറത്തൊരു ഭഗവാന്റെ രൂപമില്ല, രാധാറാണിക്ക് അപ്പുറത്തൊരു ശക്തിയുമില്ല. ഇവർ രണ്ടുപേരും താമസിക്കുന്ന ലോകമാണ് ആധ്യാത്മിക ലോകമായ പരമോന്നത വൈകുണ്ഠമായ ഗോലോക വൃന്ദാവനം. അവിടുത്തെ പരമോന്നത ആദിപരാശക്തിയായ ശ്രീമതി രാധാറാണി സ്വയം ഭഗവാന്റെ വിരഹത്തിൽ പാടുന്ന മന്ത്രമാണ് ഹരേ കൃഷ്ണ മന്ത്രം. ആ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം, ആ പറയുന്ന നിമിഷം കൊണ്ട് കൃഷ്ണ അവിടെ എത്തുന്നുള്ളത്. ഉടൻ തന്നെ രാധാറാണിക്ക് ആനന്ദം ലഭിക്കുന്നു, കൃഷ്ണന്റെ ആനന്ദവും രാധാറാണി കാണുന്നു. ഉടനെ പറയുന്നു ഹരേ രാമ 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 ഹരേ ഹരേ. ഇതാണ് ഹരേ കൃഷ്ണ. ഇത് ഹരേ രാമ ആദ്യമാണോ കൃഷ്ണ ആദ്യമാണെന്ന് വെറുതെ കൺഫ്യൂഷൻ വേണ്ട. ഹരേ കൃഷ്ണ എന്ന് തന്നെയാണ് രാധാറാണി ജപിക്കുന്നത്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കലിസന്ധരണ ഉപനിഷത്തിലും ഹരേ കൃഷ്ണ മന്ത്രം തന്നെയാണെന്ന് ചില ആചാര്യന്മാർ പറയുന്നുണ്ട്. ചില വ്യക്തികൾ അവരവരുടേതായിട്ടുള്ള ഊഹാപോഹങ്ങൾ കൊണ്ട് അത് പ്രിന്റ് ചെയ്ത സമയത്ത് മാറിപ്പോയതാണെന്നും പറയുന്നു. ഇനി അതുകൂടാതെ ബ്രഹ്മദേവനിലൂടെ അല്ല ആ മന്ത്രം വരേണ്ടത്, സാക്ഷാൽ മഹാപ്രഭുവിലൂടെ തന്നെ എല്ലാവരും ജപിക്കട്ടെ എന്നതും കൂടെ കൊണ്ടാണ് ഹരേ കൃഷ്ണ മന്ത്രം അതിനുശേഷം കൂടുതൽ അറിയപ്പെട്ടതെന്ന് പറയുന്നു. പക്ഷെ കാര്യം എന്തൊക്കെ പറഞ്ഞാലും കിടിലം മന്ത്രമാണ്. ഇതിനപ്പുറം ഒരു മന്ത്രം ഈ ലോകത്തില്ല.
അതുകൊണ്ട് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും. ബുദ്ധിയോടുകൂടിയും വിശ്വാസത്തോടുകൂടിയും ഭക്തിയോടുകൂടിയും ശ്രദ്ധിച്ച് ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കുന്നവർക്ക് കിടിലം സൗഭാഗ്യങ്ങളാണ് വരാൻ പോകുന്നത്. ഒരു സംശയമില്ല. ഭാഗ്യമില്ലാത്ത പൊട്ടന്മാരോട് പറഞ്ഞിട്ട് ഒരു കാര്യം. വേണമെങ്കിൽ ആര് വേണമെങ്കിലും ജപിച്ചു നോക്കും. നിങ്ങൾക്ക് തന്നെയാണ് അനുഭവം കിട്ടിയിട്ടുള്ളത്. വേറെ ഒരു മന്ത്രം ഇത്രയും ശക്തമല്ല. ഈ ലോകത്ത് ഏത് മന്ത്രം വേണമെങ്കിലും ജപിച്ചു നോക്കും, ഒരു പുല്ലും നടക്കത്തില്ല. കാരണം പ്രത്യേകിച്ച് കലിയുഗം. പിന്നെ നമ്മളെ പോലുള്ള ആൾക്കാരാണ് ജപിക്കുന്നത്. പിന്നെ എവിടുന്ന് ശരിയാവാറാണ്? അതുകൊണ്ട് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഇത് സാക്ഷാൽ ഗോലോകത്തിൽ നിന്ന് വരുന്ന മന്ത്രമാണ്. ഈ ഒരു മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ ലഭിക്കുന്ന അനുഗ്രഹത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. കാരണം ഈ പരമോന്നത ഗോലോകത്തിൽ നിന്നും പരമോന്നത ആദിപരാശക്തിയായ സാക്ഷാൽ ശ്രീമതി രാധാറാണി ജപിക്കുന്ന മന്ത്രമാണ്. ഇതിനപ്പുറം ഈ പ്രപഞ്ചത്തിൽ വേറെ ഒന്നുമില്ല. ഇതിൽ കൂടുതൽ നമുക്ക് കിട്ടാനായിട്ട് ഒന്നുമില്ല. ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രമാണ് ഏറ്റവും വലിയ ധനം. അതുകൊണ്ടാണ് പറയുന്നത് ഗോലോകേര പ്രേമധന ഹരിനാമ സങ്കീർത്തന. ആ പരമോന്നത ഗോലോകത്തിലെ പരമോന്നത നിധിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ മന്ത്രത്തിലൂടെ രാധാറാണി കൃഷ്ണനെ പിടിക്കാറുണ്ട്. കൃഷ്ണനെ പിടിക്കാനുള്ള അതേ ചാവിയാണ് രാധാറാണി നമുക്ക് നൽകിയിരിക്കുന്നത്. കൃഷ്ണനെ വിളിക്കുന്ന അതേ മന്ത്രമാണ് രാധാറാണി നമുക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? കൂടുതൽ മണ്ടത്തരങ്ങൾ കാണിക്കാതെ ഒരു ഡോക്ടർ ഒരു മരുന്ന് നൽകിക്കഴിഞ്ഞാൽ അത് കഴിച്ചു നോക്കൂ. രോഗം മാറുന്നുണ്ടോ ഇല്ലയോ നോക്കൂ. അല്ലാതെ നമ്മൾ ഡോക്ടറിന്റെ അറിവിനെ അല്ല ചെക്ക് ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. ആധികാരികമായിട്ടുള്ള ഗുരു ശിഷ്യ പരമ്പരയിലൂടെ ഹരേ കൃഷ്ണ മന്ത്രം നമുക്ക് ലഭിച്ചു. പ്രഭുപാജിയുടെ കാരുണ്യത്താൽ, ചൈതന്യ മഹാപ്രഭുവിന്റെ കാരുണ്യത്താൽ, ഗുരു മഹാരാജിന്റെ കാരുണ്യത്താൽ. ഇനി എന്താ ചെയ്യേണ്ടത്? ജപിക്കുക, അത്രയേ ഉള്ളൂ. ബാക്കി എല്ലാം ശരിയാവും. എന്ത് ഗ്രഹദോഷങ്ങൾ, എന്ത് ദശ, എന്ത് ശനിദശ, ഇതൊന്നും ഒരു വിഷയമല്ല. എത്ര വലിയ പ്രശ്നങ്ങളാണ്, ഹിമാലയം പോലെ നിൽക്കുന്ന പ്രശ്നങ്ങളാണെങ്കിലും അതെല്ലാം അലിഞ്ഞു പോകും ഹരേ കൃഷ്ണ മന്ത്രത്തിന്റെ മുമ്പിൽ. ഒരു സാധനത്തിനും നിൽക്കാൻ കഴിയില്ല ഹരേ കൃഷ്ണ മന്ത്രത്തിന്റെ മുമ്പിൽ. ഇത് വെറുതെ പറയുന്നതല്ല. ഭക്തിയോടുകൂടി വിശ്വാസത്തോടുകൂടി ജപിച്ചു കഴിഞ്ഞാൽ നമുക്ക് അനുഭവത്തിലൂടെ അത് മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, ഹരേ കൃഷ്ണ. അതാണ് നമ്മൾ ഇന്നത്തെ ഈ സത്സംഗത്തിലൂടെ മനസ്സിലാക്കേണ്ടത്. ഞാൻ വെറുതെ പറഞ്ഞതല്ല, ഞാൻ സ്വയം ജപിക്കുന്നുണ്ട്. 21ാമത്തെ വയസ്സ് മുതൽ ഇപ്പോൾ 36 വയസ്സാവുന്നു. 15 വർഷമായിട്ട് ഞാൻ ജപിക്കുകയാണ്. ഹരേ കൃഷ്ണ മന്ത്രത്തിനപ്പുറം ഈ ലോകത്തിൽ വേറൊരു മന്ത്രമില്ല. അതുകൊണ്ട് എല്ലാവരും സശ്രദ്ധം ഭക്തിയോടുകൂടി വിശ്വാസത്തോടുകൂടി കുറഞ്ഞ പക്ഷം 16 പ്രാവശ്യമെങ്കിലും 108 എല്ലാ ദിവസവും ജപിക്കും. തീർച്ചയായിട്ടും ഭഗവാനെ നമ്മൾ നേരിട്ട് കാണും. നമ്മൾ ജപിക്കുമ്പോൾ ഭഗവാൻ നമ്മുടെ അടുത്തുണ്ട്. പക്ഷെ എന്തുകൊണ്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല? നമ്മൾ മറ്റു പലതും കാണാൻ ആഗ്രഹിക്കുന്നു, അതുകൊണ്ട് കാണാൻ കഴിയുന്നില്ല. ജപത്തിന്റെ പ്രശ്നമല്ല, മന്ത്രത്തിന്റെ പോരായ്മയല്ല, നമ്മുടെ ഉള്ളിലെ ആഗ്രഹങ്ങളാണ് പ്രശ്നം. നമ്മുടെ ഉള്ളിൽ മറ്റാഗ്രഹങ്ങൾ ഇല്ലാതെ ഇരിക്കുമ്പോൾ കൃഷ്ണനെ മാത്രമാണ് കാണാൻ ആഗ്രഹിക്കുന്നത് എങ്കിൽ കൃഷ്ണനെ നമ്മൾ കണ്ടിരിക്കും. കാരണം രാധാദേവി ജപിക്കുന്ന അതേ മന്ത്രമാണ് നമ്മളും ജപിക്കുന്നത്. അതുകൊണ്ട് ഈ ജപിക്കുന്ന സമയത്ത് തന്നെ കൃഷ്ണൻ നമ്മുടെ അടുത്തുണ്ട്. പക്ഷേ കൃഷ്ണനെ കാണാനുള്ള ആഗ്രഹം ഉള്ളിൽ സ്ട്രോങ് ആയിട്ടില്ല. മറ്റ് പലതും കാണാനും അനുഭവിക്കാനും നമ്മുടെ ഉള്ളിൽ ആഗ്രഹങ്ങൾ ഇങ്ങനെ സ്ട്രോങ് ആയിട്ടിരിക്കുകയാണ്. ജപിച്ച് ആ ആഗ്രഹങ്ങൾ ഉള്ളിൽ നിന്നും പോകുന്നതിനനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്നത് പോലെ നമ്മുടെ ഉള്ളിൽ കൃഷ്ണൻ ഇങ്ങനെ ഉള്ളിൽ ഇമാജിൻ ചെയ്തിട്ടല്ല, മുന്നിൽ കാണാൻ പറ്റും നമുക്ക് കൃഷ്ണൻ. വെറുതെ പറയില്ല, മുന്നിൽ സദാസമയവും ഭഗവാനെ നമുക്ക് കാണാൻ കഴിയും. നമ്മളൊരു വ്യക്തിയെ കാണുന്നത് പോലെ അദ്ദേഹമായിട്ട് സംസാരിക്കാൻ പറ്റും. ഇതൊന്നും ഊഹാപോഹങ്ങളല്ല, പരമസത്യമാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ജപിക്കൂ, വിശ്വാസത്തോടുകൂടി ജപിക്കൂ. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത എന്തുകൊണ്ടാണ്? നമ്മൾ അദ്ദേഹത്തെ കാണാൻ പൂർണ്ണമായിട്ടും ആഗ്രഹിക്കുന്നില്ല. മറ്റു പലതും കാണാനും ആസ്വദിക്കാനും അനുഭവിക്കാനും ആഗ്രഹിക്കുന്നുണ്ട്.
അതെന്നാണോ പൂർണ്ണമായിട്ടും മാറുന്നത്, അല്ലെങ്കിൽ എത്രത്തോളം അത് കുറഞ്ഞു കുറഞ്ഞു വരുന്നോ, എത്രത്തോളം കൃഷ്ണനെ കാണാനുള്ള ആഗ്രഹം ശക്തമാകുന്നു, ഇതിനനുസരിച്ച് നമ്മൾ ആ മന്ത്രം ജപിക്കുന്നതിനനുസരിച്ച് നമുക്ക് ഭഗവാനെ നേരിട്ട് കാണാൻ കഴിയും. ഭഗവാന്റെ ലോകത്തും നമുക്ക് പോകാൻ കഴിയും. ഈ ലോകത്ത് ആർക്കും നമ്മളെ അതിൽ നിന്ന് തടയാൻ കഴിയില്ല. നമ്മൾ ഭഗവാന്റെ നാമം ജപിക്കുന്നുണ്ടോ, ഭഗവാന്റെ സേവനങ്ങൾ ചെയ്യുന്നുണ്ടോ, തീർച്ചയായിട്ടും ഭഗവാന്റെ ലോകത്ത് നമുക്ക് പോകാൻ കഴിയും. നമ്മൾ പോകാൻ യോഗ്യരാണെങ്കിലും അല്ലെങ്കിലും ഭഗവാൻ നമ്മളെ കൊണ്ടുപോകും. നമ്മൾ ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കുന്നുണ്ടെങ്കിൽ, ഇത് പ്രഭുപാദ്ജിയുടെ വാക്കാണ്, നിത്യവും 16 മാല മുടങ്ങാതെ ജപിക്കുകയാണെങ്കിൽ, 4 യവനിയമങ്ങൾ പാലിക്കുകയാണെങ്കിൽ, നമ്മുടെ കഴിവിൻ്റെ പരമാവധി ഭഗവാന് വേണ്ടി സേവനങ്ങൾ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഭഗവാന്റെ ലോകത്ത് പോകാൻ പറ്റും. പിന്നെ അപരാധങ്ങൾ ചെയ്യരുത്, ഭക്തരെ കുറിച്ച് കുറ്റം പറയരുത്. എല്ലാ ഭക്തരെ കുറിച്ചും നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക. അഥവാ അവരിൽ എന്തെങ്കിലും പോരായ്മ കാണുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഉള്ളിലെ പോരായ്മയാണെന്ന് ചിന്തിക്കുക. അപ്പോൾ എല്ലാം ശരിയാവും, ക്രമേണ എല്ലാം ശരിയാവും. ഓക്കെ, അതാണ് നമ്മൾ ഇന്നത്തെ ഈ സത്സംഗത്തിൽ നിന്ന് പഠിക്കേണ്ടത്. ഇനി നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാം. ഹരേ കൃഷ്ണ. ശ്രീമതി രാധാറാണിക്ക് ജയ്.